ज्ञानाञ्जनान्दस्य ज्ञानाञ्जनशलाख्या चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं साग्रजातं सहगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनासहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते रोमपाद स्वामिन्निति नामिने। नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ദക്ഷിണ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശ്രീമദ് ഭാഗവതം അഞ്ചാം സ്കന്ധം 14-ാം അധ്യായം 11-ാം ശ്ലോകം ആണ് വിഷയം. 14-ാം അധ്യായത്തിന്റെ പേര് ഭൗതിക ലോകം ആസ്വാദനത്തിന്റെ മഹാവനം എന്ന നിലയിൽ. അതാണ് അധ്യായത്തിന്റെ പേര്. 14-ാം അധ്യായം ഒന്നുകൂടി വായിക്കാം. ഭൗതിക ലോകം ആസ്വാദനത്തിന്റെ മഹാവനം എന്ന നിലയിൽ. 11-ാമത്തെ ശ്ലോകം. ക്വചിത് ദുലൂക ദില്ലിസ്വന വദതി പരുഷരവസാടോപം പ്രത്യക്ഷം പതോ പരോക്ഷം വാ രിപുരാജ കുലനിർഭരസ്ഥിതേ നാതി വ്യതികർണ മൂലഹൃദയഃ. ഒന്നുകൂടി വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് പ്രോസാണ്, ഒന്ന് വായിക്കാൻ ശ്ലോകം പോലെയല്ല, പ്രോസാണ്. ക്വചിത് ദുലുകത് ദില്ലീസന വദതി പരിഷരവൻ സാടോപം പ്രത്യക്ഷം പരോക്ഷം വാ രിപുരാജ കുലനിർഭരസ്ഥിതേ നാതി വ്യതികർണമൂലഹൃദയഃ. ഓരോ വാക്കർത്ഥം. ക്വചിത് ചിലപ്പോൾ, എല്ലാവരും വീട്ടിൽ പറയാം. ക്വചിത് ചിലപ്പോൾ. ഉലൂക മൂങ്ങയുടെ. ദില്ലി ചീവീടിൻ്റെയും. സ്വനവത് തികച്ചും സഹനീയമായ ശബ്ദങ്ങൾ പോലെ. അതിപുരുഷ അങ്ങേയറ്റം തുളഞ്ഞു കയറുന്ന. രഭസ നിരന്തരമായ പരിശ്രമത്താൽ. ആടോപം വിക്ഷോഭം. പ്രത്യക്ഷം പ്രത്യക്ഷത്തിൽ. പരോക്ഷം പരോക്ഷമായി. വാ അല്ലെങ്കിൽ. രിപു ശത്രുക്കളുടെ. രാജകുല സർക്കാർ ഉദ്യോഗസ്ഥരുടെ. നിർഭരസ്ഥിതേന
ശിക്ഷയാൽ അതിവ്യതീതർ വളരെ ദുഃഖിതനായി കർണമൂല ഹൃദയ അവൻ്റെ കാതും ഹൃദയവും. വിവർത്തനം AC ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭുപാദ്. ചിലപ്പോൾ ജീവസത്ത ശത്രുക്കളുടെ ശിക്ഷകളാലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രത്യക്ഷവും പരോക്ഷവുമായുള്ള പരുഷ വാക്കുകളാലും വളരെ ദുഃഖിതനാകുന്നു. ആ സമയത്ത് അവൻ്റെ ഹൃദയവും കാതുകളും വല്ലാതെ വിഷമിക്കുന്നു. അത്തരം ശിക്ഷകളെ മൂങ്ങകളുടെയും ചീവീടുകളുടെയും ശബ്ദങ്ങളോട് സാദൃശ്യപ്പെടുത്താവുന്നതാണ്. ഭാവാർത്ഥം AC ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭുപാദ്. ഈ ഭൗതിക ലോകത്തിൽ വിവിധ തരം ശത്രുക്കളുണ്ട്. ആദായ നികുതി നൽകാത്തതിന് ഒരുവനെ സർക്കാർ ശാസിക്കുന്നു. അത്തരം വിമർശനങ്ങൾ പ്രത്യക്ഷത്തിലായാലും പരോക്ഷത്തിലായാലും ഒരുവനെ വിഷാദിപ്പിക്കുന്നു. ചിലപ്പോൾ അവൻ പ്രതികരിക്കാൻ ശ്രമിച്ചുമെങ്കിലും നിർഭാഗ്യവശാൽ അവന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതാണ് ഭാവാർത്ഥം. ഇപ്പോൾ ഈ അധ്യായത്തിൻ്റെ പേര് ഭൗതിക ലോകം ആസ്വാദനത്തിൻ്റെ മഹാവനം എന്ന നിലയിൽ. ഇംഗ്ലീഷിൽ അധ്യായത്തിൻ്റെ പേരിട്ടിരിക്കുന്നത് ദ ഫോറസ്റ്റ് ഓഫ് എൻജോയ്മെന്റ് എന്നാണ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ വനം അല്ലെങ്കിൽ മഹാവനം. എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ആസ്വാദനം. ആസ്വാദനം നിറഞ്ഞ കാടാണ് എന്താണ് ഭൗതിക ലോകം, അല്ലേ? അതിനകത്ത് ആസ്വാദനത്തിൻ്റെ ഈ കഴുതയുടെ മുമ്പിൽ ക്യാരറ്റ് ഇങ്ങനെ തൂക്കിയിടും. നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? കുറച്ച് മലപ്രദേശത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കഴുതകളും ശബരിമലയിലും പണ്ടൊക്കെ കഴുതകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ബദ്രിനാഥ്, ഋഷികേശ്, കേദാർനാഥൊക്കെ പോകുമ്പോൾ കഴുതയുടെ മുന്നിൽ നമ്മൾ എന്ത് കാണും? ഒരു ക്യാരറ്റ് അങ്ങ് തൂക്കിയിട്ട് കാണും. പക്ഷെ കഴുതയുടെ ഇപ്പുറത്തും അപ്പുറത്തും എന്താണുള്ളത്? ധാരാളം പുല്ലുകളുണ്ട്. കഴുത അത് നോക്കുന്നില്ല. കഴുത നോക്കുന്നത് എന്താണ്? അല്പം ഒരു ക്യാരറ്റാണ് നോക്കുന്നത്. അതുപോലെയാണ് ഈ മഹാവനം എന്ന് പറയുന്ന ഭൗതിക ലോകത്തിൽ ആസ്വാദനം എന്ന് പറയുന്നത്. വളരെ തുച്ഛമായ ആസ്വാദനം മാത്രമേ ഒരു ജീവസത്തയ്ക്ക് കിട്ടത്തുള്ളൂ ഈ ഭൗതിക ലോകത്തിൽ, അല്ലേ? കൂടുതലും എന്താണ്? വിഷമങ്ങളും ആൾക്കാരുടെ പരദൂഷണം കേൾക്കലും പരദൂഷണം പറയലും, അല്ലേ? നമ്മുടെ 24 മണിക്കൂർ നമ്മൾ ഡൈസെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ദിവസം എങ്ങനെ പോകുന്നു, നമ്മൾ എത്ര പേരെ പരദൂഷണം പറഞ്ഞു, എത്ര പേര് നമ്മളെ പുറകിലിരുന്ന് പരദൂഷണം പറയുന്നത് നമ്മൾ കേട്ടു, അല്ലേ? എന്ത് ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും കൂടുതൽ? നമ്മൾ അങ്ങോട്ട് പറയുന്ന പരദൂഷണമായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാരെ കുറിച്ച്. അതാണ് ഒരു ഭക്തൻ ചിന്തിക്കുന്നത്. ഞാൻ അധപ്പതിതനാണ്, ഞാൻ എങ്ങനെയോ ഈ ഭൗതിക ലോകത്തിൽ എത്തിച്ചേർന്നു. ഞാൻ പല ജന്മങ്ങളിൽ പരദൂഷണം പറഞ്ഞിട്ടുണ്ട്. അവരില്ലാത്തപ്പോഴും അവർ പ്രത്യക്ഷമായും പരോക്ഷമായും ഞാൻ അനവധി ആൾക്കാരെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഒരു ഭക്തന്റെ മനോനില. അല്ലാതെ ഭക്തൻ എപ്പോഴും വന്ന് ഭഗവാന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുകയില്ല. എന്താണ്? എൻ്റെ വീട്ടിൽ ഇന്ന വ്യക്തികൾ എന്നെ പരദൂഷണം ചെയ്യുന്നു, എൻ്റെ സുഹൃത്ത്, എൻ്റെ ജോലി സ്ഥലത്തുള്ള കൂടെ വർക്ക് ചെയ്യുന്ന ആള് എന്നെ പരദൂഷണം പറയുന്നു. ഇത് ഭൗതിക ലോകത്തിൽ ഭൗതിക വ്യക്തികളാണ് ഇത് പറയുന്നത്. ഭക്തൻ പറയുന്നത് ഞാൻ പരദൂഷണം ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പല ജന്മങ്ങളായിട്ട്. അതിൻ്റെ ഒരു പരിണാമമായിട്ടാണ് ഞാൻ ഈ ജന്മം എടുത്തിരിക്കുന്നത്. ഏത് ജന്മം? ഭൗതിക ലോകത്തിൽ ആസ്വാദനം ചെയ്യുവാനുള്ള ശ്രമം എന്ന് പറയുന്ന ഈ മനുഷ്യജന്മം, അല്ലെങ്കിൽ ഏത് ജന്മവും ആവട്ടെ, എല്ലാവരും എന്തിനാണ് ആഗ്രഹിക്കുന്നത്? ആസ്വാദനത്തിനാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? എല്ലാവരും എന്തിനാണ് ഇവിടെ ഉള്ളത്? അല്പം പ്രസാദം കഴിക്കാൻ, കുറച്ച് ഭാഗവതം കേൾക്കാൻ, ഭഗവാന്റെ ദർശനം അല്പം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒരു ദർശനം ചെയ്യാൻ. അതിനപ്പുറം ദർശനം ചെയ്യണമെങ്കിൽ നമുക്ക് ബോറടിച്ച് തുടങ്ങും. നമ്മൾ പിന്നെ അങ്ങോട്ട് ആരുണ്ട്, ആര് വന്നിട്ടുണ്ട്, ആര് വന്നിട്ടില്ല, അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നു.
അപ്പൊ നമ്മളുടെ ആസ്വാദനം എന്ന് പറയുന്ന വളരെ തുച്ഛമായിട്ടുള്ള ആസ്വാദനമാണ്. കൂടുതൽ നേരവും നമ്മൾ പരോക്ഷമായും പ്രത്യക്ഷമായും ആൾക്കാർക്ക് പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലെങ്കിലും പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഭൗതിക ശരീരം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് അക്സെപ്റ്റ് ചെയ്യുക, ഇത് മനസ്സിലാക്കി ഇത് സ്വീകരിച്ചാൽ മാത്രമേ ഒരു ഭക്തന് അടുത്ത സ്റ്റെപ്പിലേക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് അക്സെപ്റ്റ് ചെയ്യാതെ, ഇത് സ്വീകരിക്കാതെ ഒരു ഭക്തൻ ഞാൻ ഭക്തനാവാൻ പോവുകയാണ്, 16 മാല ജപിക്കുന്നു, ഇന്ന് 18, 2 മാസം കഴിഞ്ഞാൽ 16, യമനിയമങ്ങൾ പാലിക്കുന്നു, പക്ഷേ സൈഡിൽ കൂടുതൽ എന്താണ് പരദൂഷണം പറയുന്നു, വൈഷ്ണവ നിന്ദ ചെയ്യുന്നു. വൈഷ്ണവ നിന്ദ മാത്രമല്ല, ആർക്കും നിന്ദ ചെയ്യാൻ പാടില്ല. സാധാരണ മൃഗങ്ങൾക്കും പക്ഷികൾക്കും പോലും നമ്മൾ നിന്ദനം ചെയ്യാൻ പാടില്ല. നമ്മൾ ചിലപ്പം ഈ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ കാണും പശുക്കളും എരുമയൊക്കെ ഇങ്ങനെ റോഡിൽ കിടക്കും. വല്ലവരും വന്ന് ഒരു ചവിട്ടങ്ങ് ചവിട്ടിയിട്ട് പോകും. കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട്? ഒരു അടിയങ്ങ് അടിച്ചിട്ട് പോകും അല്ലേ? ഒരു കാക്ക വന്ന് പറന്നിങ്ങനെ വരും, നമ്മുടെ വീട്ടിന്റെ കൂരയിൽ വന്നിരിക്കും. ഉടനെ നമുക്ക് എന്താണ് തോന്നുന്നത്? അടുത്ത കല്ലെവിടെയെന്നാണ് തോന്നുന്നത് അല്ലേ? ഒരുവനെയും നമ്മൾ നമ്മളുടെ വീട്ടിലോട്ട് അതിഥിയായിട്ട് സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം നമുക്കില്ല. അതാണ് ഭൗതിക ലോകത്തിന്റെ വ്യക്തികൾക്കുള്ള ഈ സ്വഭാവം എന്ന് പറയുന്നത്. ഒരു പല്ലി വന്നു കഴിഞ്ഞാൽ ഉടനെ ഫൂ ഫൂ ഒരു കൈയെടുത്ത് അല്ലെങ്കിൽ ഒരു കമ്പെടുത്ത് അതിനെ വിരട്ടാനേ നോക്കത്തുള്ളൂ. ഇതാണ് നമ്മളുടെ മനോഭാവം. ഒരുവനെയും നമ്മൾ അടുക്കുവാൻ ഒരു ആഗ്രഹവുമില്ല. എല്ലാവരെയും നമ്മളെ നിന്നും അകറ്റണം. വളരെ ചുരുക്കം 1 2 എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ എന്ന് പറയുന്ന ഒരു ചെറിയ വളയത്തിനകത്ത് നമുക്ക് ഇരിക്കാനാണ് നമ്മുടെ കംഫർട്ട് സോൺ. അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായി ഇരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടിപ്പോയാൽ നമ്മുടെ ഭാര്യ, ചിലപ്പോൾ ഭാര്യയും തലവേദന ആയിരിക്കും, അല്ലെങ്കിൽ ഭർത്താവും തലവേദനയായിരിക്കും. നമുക്ക് എന്താണ് വേണ്ടത്? ഒരു ഫോണ് മാത്രമാണ്. ഒരു ഫോണും ഒരു മൂലയും കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മളെല്ലാവരും വളരെ സന്തുഷ്ടരാണ്, ആസ്വാദനം ചെയ്യുകയാണ് അല്ലേ? ഒരു ഹെഡ്സെറ്റും ഒരു ഫോണും കിട്ടിക്കഴിഞ്ഞാൽ പെരിച്ചാളി പോലെ ആ മൂലയ്ക്കിരുന്ന് നമ്മൾ ആസ്വാദനം തുടങ്ങും. ഇങ്ങനെ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുന്നത് പോലെ ഇങ്ങനെ തേച്ചങ്ങ് പോകും. അതാണ് നമ്മുടെ അല്പമായ ആസ്വാദനം. വല്ലവനും പൈസ ഉണ്ടാക്കുമ്പോൾ അവൻ്റെ പൈസയിൽ ഒരു 5 രൂപ എക്സ്ട്രാ കൊടുക്കാൻ വേണ്ടി അവൻ്റെ വീഡിയോ എടുത്ത് നമ്മൾ കാണും. ഭക്തന്മാർ പറയുന്ന പ്രഭാഷണം വീഡിയോയുടെ അതിൻ്റെ വ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ അല്പമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ വല്ലവനും ഒരു ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ അതിന് മഹാവ്യൂസാണ്. അതാണ് ഈ മഹാവനം എന്ന് പറയുന്നത്. ഈ ഭൗതിക ലോകം ആസ്വാദനം ചെയ്യാൻ വേണ്ടി ഈ ജീവസത്തകൾ കൃഷ്ണനെ മറന്ന് ആസ്വാദനം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. വിമുഖ, കൃഷ്ണനെ വിമുഖനായി. കൃഷ്ണൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ തല, എൻ്റെ ദേഹം ഞാൻ തിരിക്കുന്നു, ടേൺ ഓവർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ആസ്വാദനത്തിന് വേണ്ടി, എൻ്റെ കാമ്യാർത്ഥം പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ ഈ ഭൗതിക ലോകത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അല്ലാതെ കൃഷ്ണൻ എന്നെ ചവിട്ടി പുറത്താക്കിയതല്ല, ഞാൻ എന്നെ സ്വയം പുറത്താക്കിയതാണ് അവിടെ നിന്ന്. അത് ആദ്യം മനസ്സിലാക്കി സ്വീകരിക്കുന്നവനെ ഒരു ഭക്തന്റെ യഥാർത്ഥ ആദ്യത്തെ മനസ്സിലുള്ള യഥാർത്ഥ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ തെറ്റ് ചെയ്തവരാണ് എന്നുള്ള ഒരു കുറ്റമനോഭാവം നമുക്കുണ്ടാവണം. കൃഷ്ണന്റെ സേവനത്തെ, ഭക്തിയുത സേവനത്തിനെ മറന്നുകൊണ്ട് നമ്മളിവിടെ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളുടെ കാമ്യങ്ങൾ, കൃഷ്ണന്റെ കാമ്യങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് ആഗ്രഹമില്ല. നമ്മളുടെ കാമ്യങ്ങൾ, നമ്മളുടെ ഡിസയർസ്, കൃഷ്ണന്റെ ഡിസയർസ് ഒന്നുമില്ല. അത് വല്ലപ്പോഴും ഒരു ജന്മാഷ്ടമി ആകുമ്പോൾ ഒരു മണിക്കൂർ വന്ന് കയറിയിരിക്കും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അടിപൊളി കീർത്തനം ഉണ്ടെങ്കിൽ ഒരല്പം 15 മിനിറ്റ് അങ്ങ് ഇരുന്നിട്ട് പോകും. നല്ല പ്രസാദം ഉണ്ടെങ്കിൽ അവിടെ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ കാണും. 2-3 പന്തിയൊക്കെ എടുത്ത് 4-5 തവണ പായസമൊക്കെ എടുത്ത് അതൊക്കെ കാണും. അതാണ് നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ശ്ലോകത്തിന്റെ വിവർത്തനം എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്തിൽ ഒരു ജീവസത്തയ്ക്ക് കഷ്ടങ്ങൾ അനുഭവിക്കുക എന്നാണ് ഈ മുഴുവൻ അധ്യായവും പറയുന്നത്. അധ്യായത്തിന്റെ തുടക്കത്തിൽ ശുകദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് പറയുകയാണ്, ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് കൊടും കാടിനെ പോലെയാണ്, ഇരുണ്ട കാടിനെ പോലെയാണ്.
ആരെങ്കിലും ഇരുണ്ട കാട്ടിൽ കയറിയിട്ടുണ്ടോ? രാത്രി സമയം പാതിരാത്രിക്ക് കാട്ടിനകത്ത് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. അപ്പൊ നമുക്ക് ശരിക്കും അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ചിലവരൊക്കെ ഇപ്പം ട്രെൻഡാണ്. എന്താണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാട്ടിലുള്ള ഈ ചീവീടിൻ്റെയും പിന്നെന്താണ് ഈ ഫ്രോഗിൻ്റെയും മാക്രിയുടെയും സൗണ്ടൊക്കെ വെച്ച് കാതിൽ ഇങ്ങനെ വെച്ച് കിടന്ന് ഉറങ്ങും. അല്ലെങ്കിൽ പഠിക്കുമ്പോൾ അത് കാതിലിട്ടങ്ങ് പഠിക്കും. അവർക്ക് നിശബ്ദത, അങ്ങനത്തെ നിശബ്ദതയിൽ പഠിക്കുന്നതാണ് അവർക്ക് വിചാരം. ഞാൻ കാട്ടിൽ ഒരു ഐസൊലേറ്റഡ് സ്ഥലത്തിരുന്ന് ഞാൻ പഠിക്കുകയാണ് എന്നുള്ള വിചാരം കാതിൽ വെച്ചുകൊണ്ട് അവർ കേൾക്കും. നമ്മൾ മൂന്നാറും വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചീവീടിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? അവിടെ ധാരാളം കേൾക്കാൻ പറ്റും അല്ലേ? നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് ചീവീടിന്റെ സൗണ്ട്. രാത്രി ആയാൽ കേൾക്കാൻ പറ്റും. എൻ്റെ വീട്ടിന്റെ ബാക്ക് സൈഡിലുണ്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദമാണ്. ചീവീടിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അങ്ങറ്റ ശബ്ദമാണ് അല്ലേ? അപ്പൊ എന്താണ് ഈ ചീവീടിന്റെ ശബ്ദം എന്നിവിടെ ഉപമ പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ ചുറ്റുമുള്ള കുടുംബത്തിൽപ്പെട്ടവരും പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും ഇവരെല്ലാവരും നമ്മളെ എല്ലാ ക്ഷണവും ഏത് ക്ഷണവും നമ്മളെ കരമടച്ചോ, ഭൂകരമടച്ചോ അല്ലേ, കെട്ടിട നികുതി അടച്ചോ, ടാക്സ് ഫയൽ ചെയ്തോ അല്ലേ? ഇപ്പൊ ടാക്സ് സീസണാണ്. എല്ലാവരും ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടി, കരം ഫയൽ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് എല്ലാവരും. ഇതടച്ചോ അതടച്ചോ, GST കൊടുത്തോ അല്ലേ? ആരെങ്കിലും വന്ന് എന്തെങ്കിലും നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ചോദിക്കുന്നത്? ബില്ല് വേണോ ചേട്ടാ? GST ബില്ല് വേണോ? ബില്ല് വേണ്ടെങ്കിൽ ഫുൾ ക്യാഷ് ആയിട്ട് കൊടുത്ത് നമുക്ക് GST അടയ്ക്കാതെ സാധനം വാങ്ങിക്കാം. അല്ലെങ്കിൽ GST 18% കൊടുത്തിട്ട് ആ സേവനം അല്ലെങ്കിൽ ആ ഒരു പൊരുൾ നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അപ്പൊ എല്ലാത്തിലും കരമാണ് അല്ലെ? വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു ടാക്സി നമ്മൾ ഓട്ടിക്കാനുള്ള ടാക്സി ഓട്ടിക്കാൻ എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ കരമടയ്ക്കണം, റോഡ് ടാക്സ് അടയ്ക്കണം. ഒരു വണ്ടി പുതിയതായിട്ട് എടുത്തു കഴിഞ്ഞാൽ കരമടയ്ക്കണം അല്ലേ? എല്ലാ വർഷവും അതിനെ പോയി ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യണം. അതിന് ആവശ്യമുള്ള കരം അടയ്ക്കണം. പെട്രോൾ അടിച്ചാൽ അതിന് കരമുണ്ട്. എല്ലാത്തിനും സർക്കാർ എന്താണ് ചെയ്യുന്നത്? കരം വീട്ടുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും കലിയുഗത്തിൽ കരത്തിന്റെ ഘോഷയാത്രയായിരുന്നു അല്ലേ? പണ്ടൊക്കെ എന്തായിരുന്നു? പണ്ടൊക്കെ വളരെ എളുപ്പമാണ്. കരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വരുമാനത്തിൽ നിന്നും ഒരു കാൽഭാഗം നമ്മൾ രാജാവിനെ കരം കൊടുക്കണം. നമ്മുടെ വയലിൽ, നമ്മുടെ പറമ്പിൽ എന്തുണ്ടാവുന്നു? എനിക്ക് 100 കിലോ മരിച്ചീനി അല്ലെങ്കിൽ കപ്പ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ 1/4 കിലോ അത് സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കരം തീർന്നു. പിന്നെ GST 18% അല്ലെങ്കിൽ റോഡ് ടാക്സ്, സെയിൽസ് ടാക്സ് അതൊന്നും കൊടുക്കണ്ട. ഒറ്റ കരമാണ്. കാൽ ഭാഗം രാജാവിനെ കൊടുക്കുക. അല്ലെങ്കിൽ ആ രാജാവിൻ്റെ പ്രതിനിധിയായ ആ ഒരു ഗ്രാമപഞ്ചായത്തോ അല്ലെങ്കിൽ ആ ഒരു സിറ്റി കോർപ്പറേഷനിലോ ഉള്ള ആൾക്കാരനെ നമ്മൾ കാൽഭാഗം കൊടുക്കുക. അതാണ് പണ്ടത്തെ കരം എന്ന് പറയുന്നത്. വളരെ സുലഭമായിരുന്നു. ഇപ്പോഴാണെങ്കിലോ തൊട്ടതും തൊടാത്തതും എല്ലാത്തിനും കരമാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ നമ്മളെ കരം ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? തല പൊട്ടുന്ന പോലെ ആയിരിക്കും. അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർ എന്ത് പറയും? എനിക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വരുമാനം കൊണ്ടുപോവാ. വീട്ടില് അരി വയ്ക്കാൻ ചോറില്ല, ചോറ് വയ്ക്കാൻ അരിയില്ല അല്ലേ? എന്തെങ്കിലും ഒരു വരുമാനം കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോവാം, ജോലിക്ക് ഓടണം. രാവിലെ 7 മണിയായാൽ എണീറ്റ് വല്ലതുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കഴിച്ച് ഓടി നടന്ന് പ്ലേറ്റിൽ നിന്നും അവിടെ ഇവിടെയും പൊരിച്ച ദോശ കഴിച്ച്, ചമ്മന്തി ഇല്ലാതെ ദോശയും മുളകൊടി ഉള്ള ദോശയും ചമ്മന്തിപ്പൊടി ഉള്ള ദോശയും കഴിച്ച് ഓടി നമ്മൾ 7:30 ജോലി സ്ഥലത്തെത്തണം അല്ലേ? ഇതാണ് ഈ ചീവീടുകളുടെ ശബ്ദം എന്ന് പറയുന്നത്. അതിന്റെ ഉപമയാണ്. എല്ലാവർക്കും സന്തോഷമാണോ രാവിലെ എണീറ്റ് ജോലിക്ക് പോവുക എന്ന് പറയുന്നത്? സന്തോഷകരമാണോ? സന്തോഷകരമാണ്. ചിലവർക്ക് സന്തോഷകരമാണ്. പക്ഷേ മിക്ക ആൾക്കാർക്കും രാവിലെ എണീറ്റ് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞാൽ തലവേദനയാണ്. എങ്ങനെയെങ്കിലും ഇന്ന് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്ക് കൃഷ്ണബലരാമ ക്ഷേത്രത്തിൽ വന്ന് അല്പം സേവനം ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ആത്മീയ പ്രഭാഷണം കേൾക്കാൻ പറ്റുമോ? രാവിലെ ജപിച്ചു തീർക്കാൻ പറ്റുമോ? ഇങ്ങനെ ആലോചിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. രാവിലെ എണീറ്റ് അല്പം ഒരു മണിക്കൂർ ഭഗവാന് വേണ്ടി നമ്മൾ നാമജപം ചെയ്യും.
പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? രാവിലെ എണീറ്റിട്ട് കക്കൂസിലൊക്കെ പോയി പല്ലൊക്കെ തേച്ചിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് കുളിച്ചിട്ട് തിരിച്ചും ഒരു ചായ കുടിച്ച് അല്പം വെല്ലം കഴിച്ചിട്ട് ഇവിടെ പോവും, ഓടി ജോലി സ്ഥലത്ത് പോകും. ചോദിച്ചാൽ പറയും ഞാൻ 7 മണിക്കേ ജോലി സ്ഥലത്ത് പോകും, 7:30 പോകുന്നു അല്ലേ? ഞാനൊരു ദേശത്തിൽ താമസിക്കുമ്പോൾ അവിടെ എല്ലാവരും 6 മണിക്കും 5 മണിക്കാണ് ജോലിക്ക് വരുന്നത്. 4:30 എണീക്കും, 5 മണിക്ക് ജോലി സ്ഥലത്തെത്തും, എന്നിട്ട് ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ തിരിയും. പക്ഷേ രാവിലത്തെ സമയം എന്താണ്? അത് ആത്മീയ കാര്യങ്ങളിൽ നമ്മളുടെ മനസ്സിനെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സിനെ കൊണ്ടുവരാനുള്ള സമയമാണ് ഈ രാവിലത്തെ സമയം എന്ന് പറയുന്നത്. രാവിലെ എണീക്കുന്നത്, നേരത്തെ എണീക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷെ എന്ത് ചെയ്യും? പുറത്ത് വന്നിട്ട് ആ തിണ്ണയിൻ്റെ മേലിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യും? പത്രം വായിച്ചുകൊണ്ടിരിക്കും. എത്ര പേര് കണ്ടിട്ടുണ്ട് രാവിലെ എണീറ്റ് പത്രം വായിക്കുന്ന ആൾക്കാരെ? കുളിക്കാതെ 8:30 വരെ പത്രം വായിക്കുന്ന ആൾക്കാരെ അല്ലേ? ചായക്കടയിൽ പത്രം വായിക്കുന്ന ആൾക്കാരെ എത്ര പേര് കണ്ടിട്ടുണ്ട്? രാവിലെ ഒരു കടിയും കഴിച്ച് ഒരു കാപ്പിയോ ചായയോ കുടിച്ചുകൊണ്ട് പത്രം വായിച്ച് അതിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു 2 മാല ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ല. ആ പത്രവായന ഒന്ന് മാറ്റി രാത്രിയിലാക്കിയിട്ട് പത്രം വായിക്കണ്ടെന്ന് പറയുന്നില്ല, അതൊരു ശീലമായി പോയി. സാരമില്ല, രാത്രി വായിച്ചോ, കിടക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് വായിച്ചോ. പക്ഷെ രാവിലെ എണീറ്റ് കുളിച്ചിട്ട് എത്രയും ബാത്റൂമിൽ കയറിയാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കുളിച്ചിട്ട് വേണം ഇറങ്ങാൻ. അല്ലാതെ ടോയ്ലറ്റിൽ മാത്രം പോയിട്ട് പുറത്ത് വരിക, പല്ല് തേച്ചിട്ട് പുറത്ത് വരിക, അപ്പോൾ കുളിച്ചിട്ട് പുറത്ത് വരിക, അങ്ങനെ 2-3 തവണ എൻ്റർ ചെയ്യാനുള്ളല്ല ബാത്റൂം എന്ന് പറയും. പണ്ട് കാലങ്ങളിൽ രാവിലെ എണീറ്റ ഉടനെ അവരെവിടത്തേക്ക് പോകും? ഒരു നദീനെ നോക്കി പോകും, അല്ലെങ്കിൽ ഒരു കിണറിനെ നോക്കി പോയി കുളിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവർ വീട്ടിൻ്റെ അകത്ത് കയറത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ ആദ്യം പോയി ടോയ്ലറ്റിൽ കയറി പോയി തിരിച്ചു വന്നു, എന്നിട്ട് പല്ല് തേക്കാൻ പോയി തിരിച്ചു വന്നു, എന്നിട്ട് കുളിക്കാൻ പോയി തിരിച്ചു വന്നു, ഇങ്ങനെ 2-3 വിസിറ്റ് ചെയ്തിട്ടാണ് അവസാനം നമ്മൾ കുളിച്ചിറങ്ങുന്നത്. ഇതല്ല ഒരു ഭക്തന്റെ മനോനില. ഭക്തൻ എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ ഉടനെ ആദ്യം ഗുരുവിനെ വന്ദിക്കും, തൻ്റെ വീട്ടിലുള്ള പ്രതിഷ്ഠാ വിഗ്രഹത്തിനെ വന്ദിക്കും, എന്നിട്ട് ഉടനെ കുളിക്കാൻ പോകും. പല്ല് തേച്ച് ടോയ്ലറ്റിൽ പോയി കുളിച്ച് പുറത്ത് വന്ന് നാമജപം തുടങ്ങും. നാമജപം ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാന് നിവേദിക്കും. ഭഗവാന് വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആരാധിക്കാം, നിവേദനം ചെയ്യാം. അതിനുശേഷം പിന്നെ മാത്രമേ ജോലിക്ക് പോകത്തുള്ളൂ. എന്ത് ധൃതിയാണ് നമുക്ക് 7:30-ക്കും 7 മണിക്കും ജോലിക്ക് പോകാൻ ഒരു ആവശ്യവുമില്ല. 9 മണിക്ക് 9:30-ക്ക് ജോലിക്ക് പോയാൽ ധാരാളം. പിന്നെ ചില വെയിൽ അടിക്കണ്ട എന്ന് പറയുന്ന, രാവിലെ ആകുമ്പോൾ വെയിൽ കുറവാണ് എന്ന് പറയുന്ന ആൾക്കാർ, അവർക്ക് ശരി പോട്ടെ, കുഴപ്പമില്ല. പക്ഷേ സാധാരണ ഒരു സർക്കാർ സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരു കട വച്ചിട്ടുള്ളവർ, അവർക്ക് 7 മണിക്ക് രാവിലെ കട തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാല് കടയാണെങ്കിൽ പോട്ടെ, 7 മണിക്ക് തുറക്കാം. പക്ഷെ നമുക്ക് യാതൊന്നിനും സമയമില്ല. നമുക്ക് രാവിലെ എണീറ്റ് പത്രം വായിക്കാനേ നമുക്ക് സമയമുള്ളൂ. രാവിലെ എണീറ്റ് ഫോണിൽ വല്ലവൻ്റെ അടുത്തേയും കാര്യങ്ങൾ സംസാരിക്കുവാനേ നമുക്ക് സമയമുള്ളൂ. നാമജപം ചെയ്യാൻ നമുക്ക് സമയമില്ല. അപ്പോൾ ഇവിടെ അതാണ് പറയുന്നത്, ചീവീടുകൾ എന്താണ്? നമ്മളുടെ ശത്രുക്കൾ പോലെയാണ്. ആരാണ് ചീവീട് എന്ന് പറയുന്നത്? നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ, നമ്മളുടെ ജോലിസ്ഥലത്തുള്ള വ്യക്തികൾ. എപ്പോഴും നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ത് പറയും? ഈ ജോലി ചെയ്തോ, ആ ജോലി ചെയ്തോ, നീ ശനിയാഴ്ച വരാൻ പറ്റുമോ, ഞായറാഴ്ച 4 മണിക്കൂർ ജോലി ചെയ്യാമോ? അല്ലേ? എത്ര പേരെങ്ങനെ ചെയ്യാറുണ്ട്? അല്ലെങ്കിൽ കട വെച്ചിട്ടുള്ളവർ അപ്പുറത്തുള്ള കട ഞായറാഴ്ച തുറന്നപ്പോൾ ഞാനും ഞായറാഴ്ച കട തുറന്നു. കോമ്പറ്റീഷനാണ്. ഉള്ള പൈസ കൊണ്ട് നമുക്ക് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ജോലി ചെയ്തു, അതിലുള്ള വരുമാനം കൊണ്ട് നമുക്ക് കഴിയുവാൻ നമുക്ക് മനസ്സ് വരുന്നില്ല. അടുത്തുള്ള 2 കട തുറന്നപ്പോൾ ഞാനും കട തുറക്കണം. അല്ലേ? രാവിലെ എണീറ്റ് നമുക്ക് കൃഷ്ണപദരാമി ജയ ഗോർമിതായി ജയ. അപ്പോൾ ശത്രുക്കളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ പലതരം ശത്രുക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്ന 4 ശത്രുക്കൾ ഏതാണ്? നമ്മൾ ദീക്ഷ എടുക്കുമ്പോൾ 4 കാര്യങ്ങൾ പറയാറുണ്ട്, യമനിയമങ്ങൾ അല്ലേ? അതാണ് നമ്മുടെ 4 ശത്രുക്കൾ. ചെയ്യാൻ പാടില്ലാത്തത്,
ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? രിപുക്കൾ. രിപു എന്ന് പറഞ്ഞാൽ ശത്രു അല്ലേ? രിപു എന്ന് പറഞ്ഞാൽ ശത്രു. രിപു എന്ന് സംസ്കൃതത്തിൽ, ശത്രു എന്ന് മലയാളത്തിൽ പറയും. ശത്രു സംസ്കൃതവുമാണ്. 4 രിപുക്കൾ ഏതൊക്കെയാണ്? നമ്മൾ ദീക്ഷ എടുക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് നമ്മുടെ 4 രിപുക്കളാണ്. ഏതൊക്കെയാണ്? അവിവാഹിത ബന്ധത്തിൽ ഏർപ്പെടുവാൻ പാടില്ല അല്ലേ? അപ്പൊ വിവാഹിത ബന്ധം എന്ന് പറയുന്നത് എന്താണ്? ശത്രുവാണ്. നമ്മൾ അവിവാഹിത ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ശത്രുവാണ്. ആ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം നമ്മുടെ ശത്രുവാണ്. രണ്ടാമത്തെ എന്താണ്? മത്സ്യമാംസം കഴിക്കാൻ പാടില്ല അല്ലേ? അപ്പോ മത്സ്യമാംസം കഴിക്കുകയോ മത്സ്യമാംസം കഴിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ മൃഗങ്ങളെ ഹിംസിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് രണ്ടാമത്തെ നമ്മുടെ ശത്രുവാണ്. നമ്മളുടെ മനസ്സിൽ ഒരു ചിക്കൻ ഞായറാഴ്ച രാവിലെ ഒരു പോത്തിറച്ചി കടയുടെ മുമ്പ് കയറി നിൽക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് അത് ശത്രുവാണ്. മൂന്നാമത്തെ ഏതാണ്? ചൂത് കളിക്കാൻ പാടില്ല അല്ലേ? ചൂത് കളിക്കാൻ പാടില്ല. അപ്പൊ ചൂത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നമ്മൾ ചൂത് മാത്രം കളിക്കുന്നത് മാത്രമല്ല. എത്ര പേര് ലോട്ടറി ടിക്കറ്റ് എടുക്കാറുണ്ട്? ആരുമില്ല. മനസാക്ഷി തൊട്ട് എല്ലാവരും പറയുകയാണ് ആരും എടുക്കാറില്ല. ശരി, അങ്ങനെ നമുക്ക് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഒരു രാത്രിയിൽ പണക്കാരനാവാം എന്നുള്ള ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അത് ശത്രുവാണ് നമ്മുടെ അല്ലേ? 4 ശത്രുക്കൾ ഏതാണ്? അപ്പം 3 പറഞ്ഞു. 4ാമത്തെ ഏതാണ്? മദ്യപാനം, ലഹരി. അത് നമ്മുടെ ശത്രുവാണ്. സിഗരറ്റ്, മദ്യപാനം, ലഹരി എന്ന് പറയുന്ന കാര്യം നമ്മുടെ ശത്രുവാണ്. അതിന്റെ സംസ്കൃത ശ്ലോകം എന്താണ്? യൂതം പാനം സ്ത്രീയാ സൂന. യൂതം എന്ന് പറഞ്ഞാൽ ചൂതുകൾ, പാനം എന്ന് പറഞ്ഞാൽ ലഹരി, മദ്യം, സിഗരറ്റ് എന്ന് പറയുന്ന പോലെ ലഹരി. യൂതം പാനം സ്ത്രീയ എന്ന് പറഞ്ഞാൽ എതിർലിംഗത്തിന്റെ കൂടെ അവിവാഹിത ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള ആഗ്രഹം, അതാണ് സ്ത്രീയ എന്ന് പറയുന്നത്. സൂന, 4ാമത്തെ എന്താണ്? സൂന. എന്താണത്? ഹിംസിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വേറൊരു ജീവസത്തയെ നമ്മൾ ഹിംസിക്കുന്നു. അതിനെയാണ് സൂന എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ദ്യൂതം പാനം സ്ത്രീയ സൂന. ദ്യൂതം, എല്ലാവരും കൂടെ പറയാം. ദ്യൂതം പാനം സ്ത്രീയ സൂന. 4 കാര്യങ്ങൾ. ഇത് 4 കാര്യങ്ങളും നമ്മുടെ വേരിലുള്ള ശത്രുക്കളാണ്. എല്ലാവർക്കും ഇതാണ് ഈ കലിയുഗത്തിൽ ആഗ്രഹം ഏറ്റവും കൂടുതലുള്ളത് ഈ 4 കാര്യങ്ങൾക്കാണ്. ഈ 4 കാര്യങ്ങൾ എന്തിനെയാണ് തകർക്കുന്നത്? ഏത് 4 കാര്യത്തിനെയാണ് തകർക്കുന്നത്? സത്യം, തപഃ, ദയാ, ശൗചം അല്ലേ? സത്യം എല്ലാവർക്കും സത്യം. തപഃ, തപസ്സനുഷ്ഠിക്കുക. ഏകാദശി, ജന്മാഷ്ടമി എന്ന് പറയുന്ന ഈ പുണ്യ ദിനങ്ങളിൽ വ്രതങ്ങൾ അനുഷ്ഠിക്കുക. അതാണ് തപസ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഗുഹയ്ക്കകത്തോ ഹിമാലയത്തിലോ പൂജപ്പുരയുടെ ആ മലയ്ക്ക് മേളിലോ പോയി തപസ് അനുഷ്ഠിക്കുകയല്ല തപസ്. തപസ് എന്ന് പറയുന്നത് വ്രതങ്ങൾ അനുഷ്ഠിക്കുക. ഏകാദശി വ്രതം, നിർജ്ജല ഏകാദശി. എത്ര ഏകാദശികളുണ്ട് ഒരു വർഷത്തില്? ഒരു ഏകാദശി അല്ലേ? പാണ്ഡവ നിർജ്ജല ഏകാദശി. ബാക്കി എല്ലാ ഏകാദശിയും നമ്മൾ എന്ത് ചെയ്യും? വെട്ടി വീഴുന്നു നന്നായി. ബീഫും പൊറോട്ടയും. നമുക്കതില്ലാതെ പാണ്ഡവ നിർജ്ജല ആകുമ്പോഴത്തേക്കും പൊറോട്ട മാത്രം കഴിക്കും, ബീഫ് കഴിക്കില്ല. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ തപസ് എന്ന് പറയുന്നത് ബീഫും പൊറോട്ടയും കഴിച്ച് മലയുടെ മുകളിൽ പോയി തപസ് അനുഷ്ഠിക്കുന്നതല്ല തപസ്. നമ്മൾ മനസ്സിലാക്കണം എന്താണ് തപസ്. ശാസ്ത്രങ്ങൾ എന്തിനാണ് തപസ് എന്ന് പറയുന്നത്. എന്താണ്? സത്യം, തപഃ, ദയ. 3ാമത്തത് ദയ. ദയ കാണിക്കുക. മനുഷ്യരോട് മാത്രമല്ല, മനുഷ്യരോടും കാണിക്കണം, വേറെ ജീവജാലങ്ങളോടും നമ്മൾ ദയ കാണിക്കും. ദയ, ശൗചം, ശുചിത്വം.
അല്ലെ? ക്ലെൻലിനെസ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ഏതൊക്കെയാണ്? ദ്യൂതം, പാനം, സ്ത്രീയ, സൂനം. ഈ 4 കാര്യങ്ങളും തകർക്കുന്നത് ഈ 4 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? സത്യം, തപഃ, ദയ, ശൗചം. അപ്പൊ ഈ 4 ശത്രുക്കളെ നമ്മൾ എങ്ങനെയെങ്കിലും കീഴടക്കണം. അത് കീഴടക്കാൻ നമുക്ക് ഏകമാർഗമേ ഉള്ളൂ. എന്താണ്? മഹാമന്ത്രം ജപിക്കുക. കലിയുഗത്തിൽ മഹാമന്ത്രം ജപിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഘോരമായ ഈ വേരിലുള്ള 4 ശത്രുക്കളെ നമുക്ക് കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഞാൻ 21 ദിവസത്തേക്ക് ഇനി എന്താണ് ഈ മണ്ഡല പൂജ എന്ന് പറയുമ്പോൾ എന്ത് പറയും? ആൾക്കാരെന്ത് പറയും? ഇന്ന് മുതൽ ഞാൻ വെജിറ്റേറിയൻ, 41 ദിവസത്തേക്ക് ഞാൻ വെജിറ്റേറിയൻ, മാല ഇട്ട് കഴിയും അല്ലേ? ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ മാല ഇട്ടു, ഞാൻ വെജിറ്റേറിയൻ ആയി, ഇന്ന് മുതൽ ഞാൻ 41 ദിവസത്തേക്ക് വലിക്കൂല, മദ്യം വയ്ക്കൂല, മത്സ്യമാംസാദികൾ മുട്ട ഒന്നും കഴിക്കില്ല, അവിവാഹിത ബന്ധത്തിൽ ഏർപ്പെടുകയില്ല. അവർക്ക് ഭയങ്കര ഗൗരവമാണ്. 41 ദിവസം മണ്ഡലവ്രതം എടുത്തു. രാവിലെയും വൈകിട്ടും പോയി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നു. ബാക്കി 365 മൈനസ് 41 എത്രയാണ്? പോക്കിരിത്തരമാണ് കാണിക്കുന്നത് അല്ലേ? അതാണ് നമ്മുടെ മണ്ഡലവ്രതം. മണ്ടയ്ക്കകത്ത് ഒരു വ്രതവും ഇല്ല. ശരിക്കുള്ള വ്രതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കണം. അതാണ് ഒരു ഭക്തന്റെ ഒരു കാംക്ഷ എന്ന് പറയുന്നത്. മറ്റുള്ളവരെയും എങ്ങനെയെങ്കിലും ഏകാദശി വ്രതം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക. നിർജ്ജലം ചെയ്യണം. നിർജ്ജലം ചെയ്താൽ മാത്രം പോരാ. നമ്മൾ ഉറക്കമില്ലാതെ 24 മണിക്കൂർ ഭഗവത് കീർത്തനത്തിൽ, ഹരികീർത്തനത്തിൽ, ഹരികഥയിൽ, ഹരിനാമ ജപത്തിൽ ചെലവഴിക്കണം അല്ലെ? ചിലവേറെ വെറും വ്രതം മാത്രം അനുഷ്ഠിക്കാൻ നിപുണന്മാരാണ്. ഭയങ്കര വില്ലാളി വീരന്മാരും വീരയോദ്ധാക്കളുമാരും. എന്താണ്? അവർക്ക് വ്രതം അനുഷ്ഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അല്പം നേരം കീർത്തനത്തിൽ 24 മണിക്കൂർ കീർത്തനമുണ്ട്, ഒന്ന് കയറി വരണം, അതിൻ്റെ അകത്ത് പങ്കെടുക്കണം, പറ്റത്തില്ല. എന്ത് ചെയ്യും? TV കണ്ടുകൊണ്ടിരിക്കും. ശിവരാത്രിയിൽ രാത്രി 6 മണി മുതൽ രാവിലെ 6 മണി വരെ TV കാണുന്ന എത്ര പേരുണ്ട്? അങ്ങനെയാണ് ശിവരാത്രി നമ്മൾ കഴിച്ചു കൂടുന്നത് അല്ലേ? സിനിമാ പാട്ടും. അല്പം നേരം ഒരു അരമണിക്കൂർ ശിവന്റെ എന്തെങ്കിലും ഒരു പാട്ടൊക്കെ ഇടും. എന്നിട്ട് അവസാനം തീരുമ്പോഴത്തേക്കും ഒരു അരമണിക്കൂർ പാട്ടിടും. ഇടയ്ക്കുള്ള 11 മണിക്കൂർ എന്താണ് ചെയ്യുന്നത്? അന്ന് ക്രിക്കറ്റ് മാച്ച് ഉണ്ടെങ്കിൽ അതും പോയി. 12 മണി വരെ സീരിയൽ കാണുക, അല്ലെങ്കിൽ ക്രിക്കറ്റ് കാണുക, ന്യൂസ് നോക്കുക, പരദൂഷണം പറയുക. ഇതാണ് നമ്മുടെ ശിവരാത്രി അല്ലേ? എന്ത് ദയനീയ കാര്യമാണല്ലേ? ഇങ്ങനെയാണോ വ്രതം അനുഷ്ഠിക്കുന്നത്? അപ്പോൾ ദ്യൂതം, പാനം, സ്ത്രീയാ, ശൗചം, സത്യം, തപഃ. എന്താണ്? സത്യം, തപഃ, ദയാ, ശൗചം. 4 കാര്യങ്ങൾ ഓർത്തു വെക്കുക. പിന്നെയുള്ള 6 ശത്രുക്കൾ ശാസ്ത്രം പറയുന്നത് എന്താണ്? 4 ശത്രുക്കൾ നമ്മൾ നോക്കിയല്ലേ? 4 ശത്രുക്കൾ ശാസ്ത്രം പറയുന്ന 4 ശത്രുക്കൾ, 4 ചീവീടുകൾ. നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് വീട്ടിലിരിക്കുന്ന ഭാര്യയും ഭർത്താവാണ്. എപ്പോഴും ഇങ്ങനെ കൊണക്കണ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അല്പം നേരം വന്നിരുന്ന് ഇന്ന് ഇൻസ്റ്റാഗ്രാം കാണാമെന്ന് പറയുമ്പോൾ ഭാര്യ എന്ത് പറയും? പോയി ഇന്ന് 2 കവർ പാല് വാങ്ങിച്ചുകൊണ്ട് വന്നു അല്ലേ? നമ്മുടെ മക്കളാണെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ എന്ന് പറയും, ഒരു 1 കിലോ 2 കിലോ അരി ഒന്ന്, 2 കിലോ പഞ്ചസാര ഒന്ന് വാങ്ങിച്ചോണ്ടോ. നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും പറയുന്നത്. വീടുകളുടെ പോലെ ഇങ്ങനെ കൊണകണാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? കൊച്ചുകുട്ടികൾക്കൊക്കെ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ എവിടെയെങ്കിലും പോയി ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് പറയും. അപ്പോഴായിരിക്കും അമ്മ വന്ന് പറയുന്നത്, ഒന്ന് തൂത്ത് വൃത്തിയാക്കണം, അല്ലെങ്കിൽ ആ വലയൊക്കെ ഒന്ന് അടിക്കണം, ആ വണ്ടിക്ക് പോയി പെട്രോൾ അടിച്ചിട്ട് വാ അല്ലേ? മാതാപിതാക്കൾ അങ്ങനെയാണ് കുട്ടികളെ പറയുന്നത്. കുട്ടികൾക്ക് അത് ഇഷ്ടമല്ല. ചീവീടുകൾ പോലെയാണ്, ചീവീടുകൾ പോലെ. നമ്മൾ മുതിർന്നവരാണെങ്കിൽ നമുക്ക് ചീവീട് എന്താണ്? നമ്മളുടെ കൂടെയുള്ള കുടുംബവും നമ്മളുടെ ബന്ധുക്കളും അവർ ഇങ്ങനെ പറഞ്ഞു, എടി ആ കല്യാണത്തിന് പോയിട്ട് ഓർമ്മയുണ്ടോടി, അവൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ നിന്നെ കുറിച്ച്? ഇങ്ങനെയൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനേ നമുക്ക് സമയമുള്ളൂ. ഇതൊക്കെ ചീവീടുകളെ പോലെയാണ്. പ്രജൽപ എന്ന് പറയും. പ്രജൽപോ നിയമാഗ്രഹ. രൂപഗോസ്വാമി എന്താണ് ഉപദേശാമൃതത്തിൽ പറയുകയാണ്, പ്രജൽപ്പം എന്ന് പറഞ്ഞാൽ
കൃഷ്ണകഥ അല്ലാത്തത് എല്ലാം പ്രജൽപ്പമാണ്. കൃഷ്ണന്റെ സേവനത്തിന് ആവശ്യമില്ലാത്ത വർത്താനം, കൃഷ്ണന്റെ സേവനത്തിന് ഒഴികെയുള്ള ബാക്കി വർത്തമാനം എല്ലാം എന്താണ്? പ്രജൽപ്പമാണ്. ബാക്കിയെല്ലാം പ്രജൽപ്പമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 ശത്രുക്കളെ നോക്കി. ഇനി 6 ശത്രുക്കളുണ്ട്. ബാക്കി 6 ശത്രുക്കളെ ഏതൊക്കെയാണ്? മൈക്ക് ഒരു ശത്രു അല്ലേ? മൈക്കല്ല, ലൗഡ് സ്പീക്കർ, സോറി, ഇങ്ങനെ ചൂടായി. ഓക്കെ, എന്താ പുതിയ ശത്രുക്കൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. മൈക്കിനെ കുറ്റം പറഞ്ഞപ്പോൾ മൈക്കിന് ഇഷ്ടപ്പെട്ടില്ല. അത് ലൗഡ് സ്പീക്കർ ആണെന്ന് അങ്ങോട്ട് കാണിച്ചു. ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ തരില്ല. വേറെ 6 ശത്രുക്കൾ ഏതൊക്കെയാണ്? ശാസ്ത്രം പറയുന്ന വേറെ 6 ശത്രുക്കൾ, മനസ്സിന്റെ ശത്രുക്കൾ ഏതൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, മദം, ലോഭം, മാത്സര്യം അല്ലേ? 6 എന്താണ്? ശത്രുക്കളാണ്. എല്ലാവർക്കും അറിയാമോ ഇത്? കാമക്രോധ ലോഭ മോഹ മദ മാത്സര്യം. നമ്മളെപ്പോൾ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തോട്ടാണ് നോക്കുന്നത് അല്ലേ? എൻ്റെ കൂടെ പഠിക്കുന്ന ഇന്ന സുഹൃത്ത് എൻ്റെ ശത്രുവായി മാറി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ വർസ്റ്റ് ഫ്രണ്ടായി മാറി എന്ന് കുട്ടികൾ വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? പറയാറുണ്ടല്ലേ? പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ വന്നിട്ട് ക്ലാസ്സിൽ പോയി 7ാം ക്ലാസ്സിൽ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, 8ാം ക്ലാസ് ആയപ്പോഴത്തേക്കും ഫസ്റ്റ് ഫ്രണ്ടായി. ഒരുമിച്ചിരുന്നവര് ഇപ്പോൾ ക്ലാസ് മാറി അപ്പുറത്തേക്ക് വേറെ ക്ലാസ്സിലോട്ട് പോയി അല്ലേ? അതുപോലെ കുടുംബത്തിൽ സുഹൃത്തായിരുന്നവര് പിന്നെ അവർ അകന്നുപോയി. നമ്മൾ സഹായം ചോദിച്ചപ്പോൾ ഒരു 50,000 രൂപ ചോദിച്ചപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വേറെ ഒരാൾക്ക് 50,000 രൂപ അല്ല 1,00,000 വാരി കൊടുത്തു. അത് കണ്ടപ്പോൾ നമുക്ക് അസൂയ വന്നു. നമ്മൾ അന്ന് മുതൽ ഇങ്ങോട്ട് വെറുത്തു തുടങ്ങി. അപ്പോൾ ശത്രു പുറത്തല്ല, ശത്രു അകത്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ശത്രു പുറത്ത് അല്ല, ശത്രു അകത്ത് ആണ്. നമുക്ക് സന്തോഷം വേണമെങ്കിൽ, നമുക്ക് ആസ്വാദനം, കൃഷ്ണാസ്വാദനം വേണമെങ്കിൽ നമ്മൾ ഉള്ളിലോട്ട് ആദ്യം നോക്കണം അല്ലേ? കാമക്രോധ ലോപമോഹം അത് മാത്സര്യം. അതിനെങ്ങനെയാണ് നമ്മൾ അതിനെ ജയിച്ചെടുക്കുക? അതിന് നരോത്തമദാസ് ഠാക്കൂർ വളരെ ഭംഗിയായ ഒരു പദ്യം പറയുന്നുണ്ട്. പ്രേമഭക്തി ചന്ദ്രിക എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നരോത്തമദാസ് ഠാക്കൂർ എന്താണ് പറയുന്നത്? എങ്ങനെ കാമത്തിനെ ജയിക്കാം, എങ്ങനെ ക്രോധത്തിനെ ജയിക്കാം, എങ്ങനെ ലോഭത്തിനെ ജയിക്കാം, മതം, മാത്സര്യം, മോഹം എങ്ങനെ ജയിക്കാം? ഈ 6 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ടോ? കാമം എന്ന് പറഞ്ഞാൽ ബെഡ്റൂമിനകത്തുള്ള മാത്രമല്ല കാമം. ആമസോണിൽ പോയി ഷോപ്പിംഗ് ചെയ്യുന്നത് കാമമാണ്. കാമം എന്ന് പറഞ്ഞാൽ തീരാ ആഗ്രഹം. അത് ലൈംഗിക ആഗ്രഹം മാത്രമല്ല കാമം എന്ന് പറയുന്നത്. ഏതൊരു പൊരുളിനും നമുക്ക് ഉണ്ടാവുന്ന ഒരു ആകർഷണം അല്ലേ? നമ്മളുടെ അടുത്ത വീട്ടിൽ പോയി അവർ ഒരു പ്രൊഫൈലിംഗ് ഗ്രൂപ്പ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലും അത് വേണം, ആ ഗ്രൂപ്പ് ഇട്ടത്. അടുത്തുള്ള വീട്ടിൽ സോളാർ ഇട്ടാൽ എൻ്റെ വീട്ടിലും സോളാർ വേണം. അടുത്ത വീട്ടിൽ എന്താണ് 4 HP പമ്പ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലും 1 HP പമ്പ് പോരാ, 4 HP പമ്പ് വേണം. അത്യാഗ്രഹം അല്ലേ? അതിനെയാണ് കാമം എന്ന് പറയുന്നത്. നമ്മളുടെ മലയാളികൾ വിചാരിച്ചിരിക്കുന്നത് കാമം എന്ന് പറഞ്ഞാൽ ബെഡ്റൂമിൻ്റെ അകത്ത് ചെയ്യുന്നതാണ് കാമം എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ശാസ്ത്രം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതും കാമമാണ്, അത് കാമത്തിൻ്റെ ഉച്ചഘട്ടമാണ്. കാമം എല്ലാവർക്കുമുണ്ട്, കൊച്ചുകുട്ടികൾക്ക് പോലുമുണ്ട്. ഇന്ന ഒരു കളിപ്പാട്ടം എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ അത് ആ കാമമാണ് അല്ലേ? കൃഷ്ണന്റെ ആസ്വാദനം അല്ലാതെ എനിക്ക് വേറെ ആസ്വാദനം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് പേരാണ് കാമം. ആ വേരിന്റെ തുടക്കമാണ് ആ കാമം എന്ന് പറയും. കാമം, ക്രോധം എല്ലാവർക്കറിയാം, ദേഷ്യം, ലോഭം, കാമക്രോധം, ലോഭം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം കാണിക്കുക, പൈസയോട് അത്യാഗ്രഹം കാണിക്കുക. ഒരുപാട് പൈസ വേണം, ഒരു വീടുണ്ടെങ്കിൽ 2 വീട് വേണം, ഒരു നിലയുണ്ടെങ്കിൽ 2 നില വേണം, 2 നിലയുണ്ടെങ്കിൽ ലിഫ്റ്റ് വേണം. ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. ലോകം, മതം. മതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആനയ്ക്ക് മതം ഇളക്കി. എല്ലാവരും വിചാരിച്ചു ആനയ്ക്ക് മാത്രമേ മതം ഇളകുള്ളൂ എന്നാണ്. നമ്മൾ ഒരു
ഒരു ദിവസത്തിൽ പലതവണ നമ്മൾ മതമിളകിയിരിക്കുകയാണ്. ആനയ്ക്ക് മതമിളകിയാൽ എന്താണ്, എല്ലാവർക്കും കാര്യമാണ്, ന്യൂസാണ്. നമ്മൾ ഡെയിലി മതമിളകിക്കൊണ്ടിരിക്കുകയാണ്. അതിനാർക്കും ഒരു ഉൾനോട്ടവുമില്ല, തിരനോട്ടവുമില്ല. മതം, കാമക്രോധം, ലോഭം, മോഹം. മോഹം എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുക. ഇത് രാധാമദന മോഹനം എന്ന് പറയുന്നു. കൃഷ്ണൻ നമ്മളെ ആകർഷിക്കുകയാണ്. മോഹനം അല്ലെങ്കിൽ മോഹിപ്പിക്കുക. നമുക്കൊരു ഐസ്ക്രീം കടയിൽ ആ ഒഴുകുന്ന ഇങ്ങനെ ഐസ്ക്രീം ആ പടത്തിൽ അഡ്വർടൈസ്മെന്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും? അത് പോയി നക്കണമെന്ന് തോന്നും, അല്ലേ? അത് ബോർഡായാലും കുഴപ്പമില്ല, ഞാൻ ഒന്ന് നക്കിയിട്ട് വരാമെന്ന് തോന്നും, അല്ലേ? ടി വിയിൽ അഡ്വർടൈസ്മെന്റ് വരുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അറിഞ്ഞൂടാ അതിനകത്തുള്ള ടി വി ആണ്. നമ്മൾ അവിടെ പോയി ഒരു ഐസ്ക്രീം കാണിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി നക്കിയിട്ടങ്ങ് വരും, തല്ലീനെ പോലെ. കാമക്രോധ ലോഭ മോഹം, അത് മാത്സര്യം. മാത്സര്യമാണ് ഏറ്റവും ഈർപ്പമുള്ള ബലൂൺ. ബാക്കി ബലൂണുകളെല്ലാം ഇത്രയും ചെറിയ ബലൂണാണ്. ഏറ്റവും വലിയുള്ള ബലൂൺ എന്താണ്? നമ്മൾ അറിയാതെ നമ്മൾ അസൂയപ്പെടുന്നത്, അല്ലേ? അസൂയ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശത്രു. ആത്മീയ പുരോഗമനത്തിൽ തടസ്സമുണ്ടാക്കുന്ന ഏറ്റവും വലിയ ശത്രു, വലിയ ഭക്തന്മാർക്കും പോലും നേരിടേണ്ടി വരുന്ന ആ ഒരു വലിയ ശത്രു എന്ന് പറയുന്നത് എന്താണ്? മാത്സര്യം. അല്ലെങ്കിൽ എന്താണ് മാത്സര്യം എന്ന് പറഞ്ഞാൽ? envy. എന്താണ് അതിന്റെ പേര് മലയാളത്തില്? അസൂയ. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് എങ്ങനെയാണ് ഈ 6 രിപുക്കളെ, 6 ശത്രുക്കളെ നമ്മൾ നേരത്തെ പറഞ്ഞു. 4 ശത്രുക്കളെ എങ്ങനെ കീഴടക്കാം? സത്യം, ദയ, തപശൗചം. ഈ 4 കാര്യങ്ങൾ കൊണ്ട് ആ 4 ദുർഗുണങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. കൂടെ ഹരിനാമജപവും. ഇപ്പോൾ പറയുന്ന 6 ശത്രുക്കൾ, നമ്മളുടെ മനസ്സിൽ ഉള്ള 6 ശത്രുക്കളെ എങ്ങനെ നമ്മൾ കീഴടക്കാം, അതിനുള്ള ശ്ലോകമാണ് നരോത്തമദാസ് ടാഗോർ എന്ന് പറയുന്ന നമ്മുടെ ആചാര്യ പരമ്പരയിൽ വരുന്ന ചൈതന്യ മഹാപ്രഭുവിൻ്റെ തൊട്ടടുത്ത് ഉള്ള ആചാര്യ പരമ്പരയിൽ വരുന്ന ഒരു വ്യക്തിയാണ്, മഹത് വ്യക്തിയാണ്, ആചാര്യനാണ്. ആരാണ്? നരോത്തമദാസ് ഠാക്കൂർ. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് പ്രേമ ഭക്തി ചന്ദ്രിക. അതിൽ അദ്ദേഹം 5 കാര്യങ്ങളെ, അതായത് നമ്മൾ പറഞ്ഞ ഈ 6 ശത്രുക്കളിൽ 5 ശത്രുക്കളെ എങ്ങനെ ഒഴിവാക്കാം എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, കൃഷ്ണകർമാർപ്പണേ. കാമത്തിനെ എങ്ങനെ ജയിക്കാം? നമുക്ക് അനാവശ്യമായി വരുന്ന ആഗ്രഹങ്ങളെ നമ്മൾ എങ്ങനെ ജയിക്കാൻ സാധിക്കും? കാമം കൃഷ്ണകർമാർപ്പണേ. നമ്മളുടെ പ്രവൃത്തികൾ, നമ്മൾ കൃഷ്ണനെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുക. കാമം കൃഷ്ണകർമാർപ്പണേ. കാമം വിരോധം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കൃഷ്ണനെ നടുവിൽ വെച്ചിട്ടുണ്ട്. കൃഷ്ണനെ പ്രീതിപ്പെടുത്തുവാൻ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മനസ്സിൽ വിചാരിക്കണം, നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഇത് ശ്രീകൃഷ്ണനെ, കൃഷ്ണബലരാമനെ, ശ്രീല പ്രഭുപാദറിനെ, ചൈതന്യ മഹാപ്രഭുവിനെ, നിത്യാനന്ദ പ്രഭുവിനെ നമ്മൾ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ചെയ്യുകയാണ് എന്ന് ആ കേന്ദ്രബിന്ദു നമ്മളെ മാറ്റി, അവിടെ നിന്നും ആ കേന്ദ്രബിന്ദു ഞാൻ എന്ന് പറയുന്ന ആ കേന്ദ്രബിന്ദുവിനെ മാറ്റി അവിടെ പകരം വയ്ക്കേണ്ടത് ശ്രീകൃഷ്ണനെയും ബലരാമനെയും ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും പ്രഭുപാദനെയുമാണ്. അവരുടെ ആഗ്രഹം എന്തായിരുന്നു? ശാസ്ത്രങ്ങളിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് തോന്നില്ല? കാമം തോന്നുകയില്ല എന്നാണ് നരോത്തമദാസ് ഠാക്കൂർ പറയുന്നത്. ഇനി ക്രോധം, അതെങ്ങനെ ജയിക്കാം? ക്രോധ ഭക്തദ്വേഷീ ജന. ഭക്തന്മാർക്ക് ആരെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, ഭക്തന്മാർ ദുഃഖിക്കുകയാണെങ്കിൽ ആ ദുഃഖം തീർക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി പോരാടണം, അല്ലേ? അതിന് ഉദാഹരണം ആരാണ്? ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്തു? നിത്യാനന്ദ പ്രഭുവിനെ ആര് തലക്കിട്ടടിച്ചു? ജഗായി മതായി, അല്ലേ? ജഗായി മതായി വന്ന് എന്ത് ചെയ്തു? ബ്രാഹ്മണ കുലത്തിൽ പിറന്ന അസുരന്മാരാണ് അവർ. നിത്യാനന്ദ പ്രഭു എന്ന് പറഞ്ഞു, നിങ്ങൾ ഹരിനാമജപം ചെയ്യണം. അവർ വെള്ളമടിച്ച്, സ്ത്രീപീഡനവും വെള്ളവും അടിച്ച് ലഹരിയൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഉന്മത്തമായി കിടക്കുകയാണ്. അവരെ വന്നാണ് നിത്യാനന്ദ പ്രഭു എന്ന് പറയുന്നത്.
ഒരു ഹരിനാമ ജപം, ഒരു ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കൂ. ഇന്ന് കുറെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ചൊറിയായിട്ട് തോന്നി. ആർക്ക് ചൊറിയായിട്ട് തോന്നി? ജഗായിമതായി. അവരെന്ത് ചെയ്തു? അവര് ആ പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കള്ളുപാത്രം, ആ മൺകലം അതെടുത്ത് നിത്യാനന്ദ പ്രഭുവിന്റെ തലയ്ക്ക് എറിഞ്ഞു കൊടുത്തു. ഇങ്ങനെ എറിഞ്ഞപ്പോൾ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്, പ്രവാഹമായി. ഉടനെ ഭക്തന്മാർ പോയി അറിയിച്ചു. ആർക്കറിയിച്ചു? ചൈതന്യ മഹാപ്രഭുവിനെ അറിയിച്ചു. ഓടി വന്ന് ചക്ര ചക്ര എന്ന് പറഞ്ഞ് താൻ വരുന്നതിന് മുമ്പ് ചക്രത്തിനെ അയക്കാൻ വേണ്ടി റെഡിയായിരുന്നു ചൈതന്യ മഹാപ്രഭു. അതാണ് ഭക്തജനദ്വേഷി. ആരാണോ ഭക്തജനങ്ങളെ ദ്വേഷിക്കുന്നത്, ആരാണോ ഈശ്വര വിശ്വാസം ഇല്ല, മിഥ്യയാണെന്ന് പറയുന്നത്. ദ്വേഷിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആയുധമെടുത്ത് നടക്കുന്നവർ മാത്രമല്ല ദ്വേഷിക്കുന്നവർ. ഇപ്പോൾ ഒരുപാട് സമൂഹ മാധ്യമങ്ങളുണ്ടല്ലേ, അതിലും ദ്വേഷിക്കാറുണ്ട്. നമുക്ക് അതിനുള്ള എലിജിബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ നമ്മൾ നേടിയെടുക്കണം. ശാസ്ത്രം കൊണ്ട് അവരെ നേരിടണം. ശസ്ത്രം കൊണ്ട് നേരിടാൻ പാടില്ല, അല്ലേ? ശസ്ത്രം കൊണ്ട് നേരിടാൻ പോയി കഴിഞ്ഞാൽ അത് ഫെനാറ്റിസിസം ആവും. 14-ാം നൂറ്റാണ്ടും 15-ാം നൂറ്റാണ്ടുകളിലും ഇസ്ലാം മതം ആൾക്കാർ എങ്ങനെ അവർ ചെയ്തു? ശസ്ത്രം കൊണ്ടാണ് ലോകത്തിനെ കീഴടക്കിയത്. ക്രൈസ്തവ മതം എങ്ങനെയാണ്? അവർ ശസ്ത്രം കൊണ്ടാണ് കീഴടക്കിയത്. ശസ്ത്രം കൊണ്ട് കീഴടക്കി കഴിഞ്ഞാൽ നമുക്ക് ആരെയും ജയിക്കാൻ സാധിക്കുകയില്ല. ജയ ശ്രീറാം എന്നൊക്കെ പറഞ്ഞിട്ട് തൃശൂലവും മറ്റതും ഇതും കൈപൊക്കിന് ഒരു കാര്യവുമില്ല. നമ്മൾ പൊക്കേണ്ടത് എന്താണ്? ഹരിനാമ സങ്കീർത്തനത്തിന്റെ കൊടിയാണ് നമ്മൾ പൊക്കേണ്ടത്. ഹരിനാമ ഘോഷമാണ് നമ്മൾ പൊക്കേണ്ടത്. നമ്മളുടെ പഠനം, നമ്മൾ ഭാഗവതം ഭഗവത്ഗീത പഠനം, നമ്മൾ അതിനെ മെച്ചപ്പെടുത്തണം. അത് വച്ച് നമ്മൾ ശാസ്ത്രീയമായ ആൾക്കാരെ നമ്മൾ നേരിടണം. അത് നല്ല രീതിയിൽ നേരിടണം. അതാണ് ഭക്തജനദ്വേഷ്ടി. ക്രോധം നമ്മൾ ഉപയോഗിക്കണം. എങ്ങനെ ഉപയോഗിക്കണം? ഇതുപോലെ ശാസ്ത്രം പഠിച്ച് എൻ്റെ കൂടെ ഉള്ള അമ്പലത്തിൽ കൂടെ ഉള്ളവരെ ഇന്ന ആള് ഇങ്ങനെ ദ്വേഷിച്ചു, അവർ ഇങ്ങനെ പ്രചരണം ചെയ്യാൻ പോയപ്പോൾ ഇന്ന ആൾ ഇങ്ങനെ ദ്വേഷിച്ചു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ ക്രോധമുണ്ടാകും. ഇന്ന ആൾ എന്നെ ദ്വേഷിച്ചാൽ എനിക്ക് ക്രോധമുണ്ടാകില്ല. എനിക്കെന്ന് പറഞ്ഞാൽ ഞാനല്ല, ഞാൻ പറയുന്നത് ഒരു ഭക്തന് വേറെ ഒരാൾ വന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അത് കോപപ്പെടുകയില്ല. അത് അവരുടെ കർമ്മ മുജ്ജന്മത്തിൽ ചെയ്ത പാപകർമ്മങ്ങളുടെ ഒരു പരിണാമമാണ് ഈ ഒരു ക്രോധം അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചടി. നിത്യാനന്ദ പ്രഭുവിനും ചൈതന്യ മഹാപ്രഭു എങ്ങനെയാണോ ചക്രമെടുക്കാൻ സാധിക്കുന്നത്, നിത്യാനന്ദ പ്രഭുവിനും നിത്യാനന്ദ പ്രഭു ആരാണ്? സ്വയം ബലരാമനാണ്. തൻ്റെ പ്ലൗ അല്ലെങ്കിൽ ഹലം കൊണ്ട് യമുനാ നദി മുഴുവൻ കുരു രാജ്യത്തിൽ വസിക്കുന്ന ദുര്യോധനാദികളും എല്ലാവരെയും ആ ഹലം കൊണ്ട് യമുനാ നദിയിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു വ്യക്തിയാണ്, പോയ വ്യക്തിയാണ്. ഇവരെല്ലാവരെയും കൊല്ലാൻ പോയ വ്യക്തിയാണ് ആരാണ്? ബലരാമൻ. സാക്ഷാൽ ഭീമന്റെ ഗുരുവാണ് ബലരാമൻ. ആ ബലരാമനാണ് നിത്യാനന്ദ പ്രഭുവായി വന്നിരിക്കുന്നത്. ഈ ഉളുക്ക ജഗായമതായാണോ അവർക്ക് പ്രയാസമില്ല. ഇവിടെ നമുക്ക് പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു ഭക്തന്റെ നില എന്ന് പറഞ്ഞാൽ, ഭക്തൻ എപ്പോഴും വിചാരിക്കുന്ന ആരെങ്കിലും എന്നെ ദ്രോഹിച്ചാൽ അത് എൻ്റെ മുജ്ജന്മത്തിലെ ഞാൻ ചെയ്ത പാപങ്ങളുടെ പരിണാമമാണ്, ഞാൻ അതിനെ എതിർക്കാൻ പോവുകയില്ല. പക്ഷെ വേറെ ഭക്തൻ വിചാരിക്കുന്നത് എന്താണ്? അത് ചൈതന്യ മഹാപ്രഭു. വേറെ ഭക്തൻ വിചാരിക്കുന്നത് എന്താണ്? എൻ്റെ ഭക്തഗണത്തിൽ ഒരു വ്യക്തി, എൻ്റെ അസോസിയേറ്റ് ആയ നിത്യാനന്ദ പ്രഭുവിനെ ആ ക്രൂരനായ ജഗായിമാതായ അദ്ദേഹം തല പൊട്ടിച്ചു, ഞാനിതാ അവനെ കൊല്ലാൻ പോവുകയാണ്. അതാണ് വേറൊരു ഭക്തന്റെ നിലപാട് എന്ന് പറയുന്നത്. അപ്പൊ ക്രോധം നമ്മൾ ഉപയോഗിക്കണം. ചില വലിയ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? അഹിംസ പരമോ ധർമ്മോ, അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനന്റെ അടുത്ത് പറയുന്നത് എന്താണ്? താം യുദ്ധസ്വ ഭാരത, അല്ലേ? നീ പോയി യുദ്ധം ചെയ്യൂ എന്നാണ് പറയുന്നത്. യുദ്ധം എന്താ എന്ന് പറഞ്ഞാൽ ഹിംസയാണ്. എവിടെയാണോ ധർമ്മത്തിൽ വീഴ്ച വരുന്നത് അപ്പോൾ നമ്മൾ ഹിംസ ചെയ്യുന്നത് ശരിയാണ്. അത് നമ്മുടെ ആചാര്യന്മാരെ ദുഃഖിക്കാതെ ചെയ്യുന്ന ഹിംസയാണെങ്കിൽ അത് ശരിയാണ്. വേറൊരു ഭക്തനെ മനസ്സിൽ വിഷമം എടുത്തുന്ന രീതിയിൽ വേറൊരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ
ഹിംസയെ നമ്മൾ എതിർക്കുന്നത് അത് ശരിയാണ്, അത് ഹിംസയാണ്, അത് ശരിയാണ്. പക്ഷെ നമുക്കുണ്ടാവുന്ന ഹിംസയിൽ നമ്മൾ അതിനെ പ്രതികരിക്കുന്നത് അത് ഒരു ഭക്തന്റെ നിലപാടല്ല. അപ്പൊ അതാണ് ക്രോധം നമ്മൾ ഉപയോഗിക്കേണ്ട രീതി. നമുക്ക് പ്രശ്നം വരുമ്പോൾ നമ്മൾ ക്രോധം ഉപയോഗിക്കാൻ പാടില്ല. മറ്റൊരു ഭക്തന് പ്രശ്നം വരുമ്പോൾ നമ്മൾ ക്രോധം ഉപയോഗിക്കണം. അതാണ് അസൂയ ഇല്ലാത്തത്, നിർമത്സരഃ. അല്ലേ? ഭാഗവതത്തിൽ ആദ്യത്തെ ശ്ലോകം എന്താണ് പറയുന്നത്? പരമോ നിർമത്സരാണാം സദാ. ഈ ഭാഗവതം കേൾക്കാൻ യോഗ്യതയുള്ള വ്യക്തി ആരാണ്? മനസ്സിൽ അസൂയ ഇല്ലാത്തവരാണ്. ആദ്യമേ പറയുന്നുണ്ട്. അത് വായിച്ചിട്ട് ഒരു ബുദ്ധിമാനാണെങ്കിൽ പറയും, എനിക്ക് അസൂയ ഒരുപാടുണ്ട്, ഞാൻ ബുക്കടച്ചിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പൊയ്ക്കളയും. അതാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ഈ പുസ്തകം അസൂയ ഇല്ലാത്തവർക്ക് വായിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് വ്യാസദേവൻ ആദ്യമേ എഴുതിയിട്ടുണ്ട്. പരമോ നിർമത്സരാണാം സദാ. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനെ എന്താ പറയുന്നത്? താം അനസൂയവേ, നീ അസൂയയില്ലാത്തവനാണ്, അതുകൊണ്ട് ഞാൻ ഈ രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇതമുത്തമം, ഈ ഉയർന്നമായ വിദ്യ ഞാൻ നിനക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഭഗവത്ഗീത എന്താണ്? ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ മൃദു സകാലേന മഹതാ യോഗോ നഷ്ടപരന്തപ. ഈ പല്ലായിരക്കണക്ക് പല കോടി വർഷങ്ങളായി ഇരിക്കുന്ന ഈ രാജയോഗം എന്ന് പറയുന്ന ഈ ഭക്തിയോഗം ഞാൻ നിനക്ക് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. കാരണം നീ യോഗ്യവാനാണ്. എന്താണ് നിന്റെ യോഗ്യത? നീ വില്ലാളി വീരനായതുകൊണ്ടല്ല. അവിടെ ദുര്യോധനന്റെ സൈഡിലും വില്ലാളി വീരന്മാരുണ്ട്, അർജുനനെ കാട്ടി വില്ലാളി വീരന്മാരുണ്ട്. അവിടെ എന്താണ്? താം അനസൂയവേ, നീ അനസൂയ അല്ലെങ്കിൽ അസൂയ ഇല്ലാത്തവനാകുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ഈ ഭക്തിയോഗം ഞാൻ ഉപദേശിക്കുകയാണ്. ഭാഗവതവും ഭഗവത്ഗീതയും പഠിക്കുന്ന ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യ എന്ന് പറയുന്നത് അസൂയ തന്റെ ഹൃദയത്തിൽ നിന്നും മാറ്റിയെടുക്കണം. അസൂയ ഒരിക്കലും പാടില്ല. അപ്പോൾ കാമം, ക്രോധം. അടുത്തതെന്താണ്? ലോഭം എങ്ങനെയാണ് കീഴടക്കാൻ പറ്റുന്നത്? ലോഭ സാധുസംഗ ഹരികഥ. എന്തിനാണ് നമുക്ക് ലോഭം വേണ്ടത്? ധനം ആർജിക്കാൻ വേണ്ടി ലോഭം പാടില്ല, സ്വത്ത് ആർജിക്കാൻ വേണ്ടി ലോഭം പാടില്ല, മാർക്കുകൾ വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് ലോഭം പാടില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന മാർക്ക് കൊണ്ട് നമ്മൾ നന്നായി സിൻസിയറായി ആത്മാർത്ഥമായി പഠിക്കുക. കുട്ടികളായാൽ ആത്മാർത്ഥമായി പഠിക്കുക. അതിൽ കിട്ടുന്ന എന്താണോ മാർക്ക്, നമ്മളുടെ സാഹചര്യം അനുസരിച്ച് എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് കിട്ടത്തില്ല, എല്ലാവർക്കും ലാസ്റ്റ് റാങ്കും കിട്ടത്തില്ല. നമ്മൾ ഇടയിലായിരിക്കും, ചിലപ്പം അങ്ങോട്ടുമായിരിക്കും ഇങ്ങോട്ടുമായിരിക്കും. 7ാം ക്ലാസ്സിൽ ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിക്കാം, 8ാം ക്ലാസ്സിൽ ചിലപ്പോൾ നമ്മൾ തോറ്റുപോകും, സാരമില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആത്മാർത്ഥമായി പഠിക്കുക. ജോലി സ്ഥലത്തിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുക. കൃഷ്ണനെ നടുക്ക് വെച്ചുകൊണ്ട് എനിക്ക് ഈ ജോലിയിൽ നിന്നും കിട്ടുന്ന വരുമാനം ഞാൻ കൃഷ്ണന്റെ സേവനത്തിനായി, വീട്ടിലും അമ്പലത്തിലും സേവനത്തിനായി ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണ്. ഈ വരുമാനം അത് വിചാരിച്ചുകൊണ്ട് നമ്മൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ അതിനെ ആത്മാർത്ഥത എന്ന് പറയും. അല്ലാതെ എനിക്ക് പ്രൊമോഷൻ കിട്ടണം, ഞാൻ വലിയ വീട് വാങ്ങിക്കണം, ഞാൻ എൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്റെ മുമ്പ് ഞാൻ വിലസണം, ഞാൻ അവൻ്റെ ബോസാകണം, അവൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥനാകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതല്ല ശരി, അതല്ല ലോഭം. അപ്പൊ ഇവിടെ പറയുന്ന ലോഭം എന്താണ്? ഹരികഥ, സാധുസംഗ ഹരികഥ. എങ്ങനെയാണ് ലോഭം വേണ്ടത്? നമുക്ക് ആഗ്രഹം, തീരാ ആഗ്രഹം വേണ്ടത് എന്താണ്? ഹരികഥ, കൃഷ്ണന്റെ കഥകൾ കേൾക്കുവാൻ. കഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൃഷ്ണൻ കൊച്ചുകുട്ടിയായിരുന്നു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, അതല്ല. തത്വങ്ങൾ ചേർന്നിട്ടുള്ള കഥ. നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കഥ കേൾക്കണം, അല്ലെങ്കിൽ ശ്രവണം ചെയ്യണം. കഥ എന്ന് പറഞ്ഞാൽ ആൾക്കാർ സാധാരണ രീതിയിൽ എടുത്തു കളയും. ഈ ചില ഗുരുവായൂരുള്ള ചില ഭക്തന്മാരൊക്കെ ഉണ്ട്. എന്താണ് അവർ പറയാൻ തുടങ്ങുന്നത് തന്നെ കണ്ണീർ നിന്ന് ഇങ്ങനെ വെള്ളം വരുമോ. ഞങ്ങൾക്ക് തെറ്റ് പറയുകയല്ല, എന്നാലും അടുത്ത നിമിഷം നമുക്ക് കാണാൻ സാധിക്കും അവർ അടുത്ത എന്താണ് സിനിമയുടെയോ അല്ലെങ്കിൽ ക്രിക്കറ്റിനെയോ കുറിച്ച് കാര്യമായിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ ഗുരുവായൂർ അമ്പലത്തിന്റെ മുമ്പ് നടയിൽ പോയി നിൽക്കുമ്പോൾ ആ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി. അതല്ല ഭക്തി. ഭക്തി എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ളതാണ്, താൽക്കാലികമായിട്ടുള്ളതല്ല ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ലോഭം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹരികഥ കേൾക്കുവാനുള്ള തീവ്ര ആഗ്രഹം, അതിനെയാണ് ലോഭം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹരിനാമ സങ്കീർത്തനത്തിൽ പങ്കെടുക്കുവാൻ, അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ പഠിക്കുവാനുള്ള തീരാ ആഗ്രഹം, പറഞ്ഞു കൊടുക്കാനുള്ള ആഗ്രഹം, മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കാനും നല്ല രീതിയിൽ അവനെ ശാസിച്ച് പറഞ്ഞു കൊടുക്കാനും. നമ്മളുടെ കുട്ടികളെ നമ്മൾ ശാസിച്ചല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മളുടെ മാതാപിതാക്കളെ നമ്മൾ
കർഷിച്ചല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മളുടെ സഹോദരന്മാർ, ഞാൻ ഇസ്കോണിൽ ചേർന്നു, നീയും ജപിക്കണം, ഇന്നു മുതൽ നീയും എന്റെ പോലെ ആകണം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? വീട്ടിലുള്ള ആൾക്കാരെ എല്ലാവരും ഭക്തനായി മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു ശ്രമം നടത്തും, തീവ്രമായ ശ്രമം. അത് ഒരിക്കലും അവർ ആ സാഹചര്യത്തിലൂടെ കൂടെ വന്നിട്ടില്ല. നമ്മൾ ഒരുപാട് സാഹചര്യം, ഒരുപാട് ഭക്തന്റെ സംഘവും പ്രസാദമൊക്കെ കഴിച്ചും ആണ് നമ്മൾ ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ആ വഴി തന്നെ അവരെയും കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് സമയമെടുക്കും. നമ്മൾ സ്വയം ആചരിക്കണം. നമ്മൾ ജപിക്കുന്നത് അവർ നേരിട്ട് കണ്ടുകൊണ്ട് കാണണം. നമ്മളുടെ കുട്ടികൾ കാണണം നമ്മൾ ജപിക്കുന്നത്. എന്തായാലും കുട്ടികൾ ജപിക്കത്തും. അല്ല നീ ജപിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടി ജപിക്കില്ല. മാതാപിതാക്കൾ ജപിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആര് ജപിക്കും? കുട്ടികൾ ജപിക്കും. നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ കുട്ടിക്ക് ഭഗവത്ഗീത ക്ലാസ്, എൻ്റെ കുട്ടിക്ക് ഭാഗവതം ക്ലാസ്, എൻ്റെ കുട്ടിക്ക് നാമജപം. ഞാൻ പോയി സിനിമ കണ്ടോ, ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോവും. നേരെ പോയി ചായയും വടയും കഴിച്ചിട്ട് ഒരു സിനിമയും കണ്ടിട്ട് ഒരു ബേക്കറിയിൽ പോയി 2 കേക്കും കഴിച്ചിട്ട് 12 മണിയാകുമ്പോൾ ഇവിടെ സൺഡേ സ്കൂളിൽ വിളിക്കാൻ പോകും. അല്ലേ? കുട്ടി എന്ത് ചെയ്യുന്നു? കുട്ടി പഠിക്കുകയാണ് ഭഗവത്ഗീത ഭാഗവതം. ഞാൻ സംസ്കാരങ്ങൾ എടുത്ത് വാരി കൊടുക്കുകയാണ്. ഞാൻ നരകത്തോട് ഞാൻ പോവുകയാണ്. അതാണ് മാതാപിതാക്കളുടെ നില എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം നന്നാകണം. നമ്മൾ നന്നായാൽ മാത്രമേ നമ്മളുടെ ചുറ്റിലും ഉള്ള ആൾക്കാർ നന്നാകത്തുള്ളൂ. നമ്മളുടെ മാതാപിതാക്കളായാലും ശരി, സഹോദരന്മാരായാലും ശരി, നമ്മളുടെ അയൽവാസികളായാലും ശരി, അവർ കാണണം നമ്മൾ രാവിലെ എണീറ്റ് ജപിക്കുന്നത്, നടന്നു പോകുന്നത്, ജപിച്ചുകൊണ്ട് നടന്നു പോകുന്നത്, തിലകം ഇട്ടുകൊണ്ടിരിക്കുന്നത്, ധോതിയും കുർത്തയും ഇട്ടിട്ടുള്ളത്. ഞായറാഴ്ചയായാൽ നമ്മൾ എന്നും എല്ലാ ഞായറാഴ്ചയും വിടാതെ നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത്, സേവനങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നമ്മൾ ജന്മാഷ്ടമിക്ക് പോയി ഒരു 100 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ അവർ 100 അല്ല 500 രൂപ എടുത്ത് തരും. കാരണം അവർ നിത്യം 365 നാളും കാണുകയാണ്, നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിരീക്ഷിക്കുകയാണ്. നമ്മളൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവിടെ പോയി ഒരു 100 രൂപ ജന്മാഷ്ടമിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, ഞാൻ ഇതുവരെ നീ ഒന്നും ഭക്തി അനുഷ്ഠിക്കുന്നത് പോലെ ഒന്നും കണ്ടില്ലല്ലോ, നീ നിന്റെ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ 5 പേരുമായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ, ക്രിക്കറ്റ് കളിക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലേ? നിന്റെ കൂട്ടുകാരികളോടൊപ്പം നീ സിനിമയ്ക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ഹോട്ടലിൽ ഇരുന്ന് ചിക്കൻ 65 കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. നീ ഇന്ന് ജന്മാഷ്ടമിക്ക് വന്ന് നീ 100 രൂപ ചോദിച്ചാൽ ഞാൻ 100 രൂപ തരുമോ? തരത്തില്ല, അല്ലേ? ലോഭം എന്തിനു വേണ്ടിയായിരിക്കണം? ഹരികഥ കേൾക്കുവാൻ വേണ്ടിയായിരിക്കണം ലോഭം. ഹരിനാമ സങ്കീർത്തനം ചെയ്യുവാൻ വേണ്ടി ലോഭം വേണം. അടുത്തത് എന്താണ്? മോഹം. മോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്യൂഷൻ. അല്ല, മലയാളത്തിലുള്ള മോഹമല്ല. മോഹം എന്ന് പറഞ്ഞാൽ ഇല്യൂഷനാണ്. നമ്മൾ ഭ്രമിച്ചു പോവുകയാണ്. നമുക്ക് ഭ്രമിച്ചു പോകുന്നത് എപ്പോഴാണ്? നമുക്ക് എപ്പോൾ ഭഗവാന്റെ ദർശനം കിട്ടും, എപ്പോൾ കൃഷ്ണ ബലരാമന്റെ ദർശനം കിട്ടും. 1 മാസമായി ഞാൻ ആശുപത്രിയിൽ കിടക്കുകയാണ്. എനിക്ക് കോവിഡ് വന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്ന രോഗം ബാധിച്ചു. ഞാൻ എല്ലാ ഞായറാഴ്ചയും, എല്ലാ ശനി ഞായറും ഞാൻ കൃഷ്ണബലരാമ ക്ഷേത്രത്തിൽ പോയി സത്സംഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ 1 മാസമായിട്ട് എനിക്ക് വൻ മോഹമാണ്. അതാണ് അവിടെ മോഹം എന്ന് പറയും. മോഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹമല്ല. മോഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഭ്രമത്തിലിരിക്കുകയാണ്. ഞാൻ എപ്പോ കൃഷ്ണബലരാമനെ പോയി കാണും, എപ്പോ ഞാൻ ഭക്തരെ പോയി സേവിക്കും, എപ്പോ ഞാൻ ഈ പരിസരം വൃത്തിയാക്കും. ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ 2 മാസമായി എനിക്ക് ഭഗവത് സേവനത്തിന് എൻ്റെ ദേഹം അനുവദിക്കുന്നില്ല. ഞാൻ ആശുപത്രിയിൽ കിടപ്പാണ്. കിടക്കുന്ന ഓരോ നിമിഷവും, ഓരോ മണിക്കൂറും, ഓരോ ദിവസവും ആ ഭക്തൻ ചിന്തിക്കുന്നതെന്താണ്? ആ ഭക്ത ചിന്തിക്കുന്നതെന്താണ്? ഞാൻ എപ്പോൾ കൃഷ്ണബലരാമ ക്ഷേത്രത്തിൽ പോകും, എപ്പോൾ ജന്മാഷ്ടമി വരും, എപ്പോൾ ഗൗര പൂർണിമ വരും, എപ്പോൾ നരസിംഹ ജയന്തി വരും. നരസിംഹ ജയന്തി വരുന്നതിന് 2 ആഴ്ച മുമ്പേ ആ ഒരു ഉത്സാഹം കാണിക്കണം. ഉത്സാഹാൻ നിശ്ചയാ ധൈര്യ തത്വകർമ്മ പ്രവർത്തന, അല്ലെ? ഉപദേശാമൃതം. ഉത്സാഹം കാണിക്കുന്നവനാണ് ഭക്തൻ. ഉത്സാഹം എന്ന് പറഞ്ഞാൽ 6 മണിക്ക് ജന്മാഷ്ടമിയാണെങ്കിൽ 5 മണിക്ക് ഉത്സാഹം കാണിക്കുന്ന വ്യക്തിയല്ല ഭക്തൻ. അത് ഒരു അല്പഭക്തനാണ്, കനിഷ്ഠ ഭക്തനാണ്. 1 മാസം മുമ്പേ അതിൻ്റെ ഒരു തീവ്രത കാണിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത്. അപ്പോ മോഹം എന്ന് പറഞ്ഞാൽ എനിക്ക്
ഭഗവാനെ സേവിക്കാൻ സാധിച്ചില്ലല്ലോ, ഭഗവാനെ എനിക്ക് സേവിക്കാൻ സാധിച്ചില്ലല്ലോ, അല്ലേ? എൻ്റെ കൈയൊടിഞ്ഞു പോയി, എനിക്ക് നാമം ജപം ചെയ്യാൻ ജപമാലയിൽ എനിക്ക് നാമജപം ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ 2 കൈയും ഒടിഞ്ഞ് ഞാൻ ആക്സിഡന്റിൽ കിടപ്പായിരിക്കുകയാണ്. ഞാൻ മനസ്സിൽ ജപിക്കുകയാണ്, പക്ഷേ എനിക്ക് കൈകൊണ്ട് ജപിക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്. എനിക്ക് ക്യാൻസറിന്റെ ആ ഒരു രോഗത്തിന്റെ ആ തീവ്രത എന്നെ ബാധിക്കുകയാണ്. എനിക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ. കൃഷ്ണ, ബലരാമ, ഗൗരണിതായ്, എങ്ങനെയെങ്കിലും എനിക്ക് നിങ്ങളുടെ തിരുനാമങ്ങൾ ജപിക്കുവാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമേ. എൻ്റെ കൈ ഒടിഞ്ഞ കൈ എനിക്ക് ശരിയാക്കണമേ. എൻ്റെ കാല് ഒടിഞ്ഞ് നന്നാവാൻ 6 മാസം എടുത്താലും സാരമില്ല. എൻ്റെ വലത്തെ കൈ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ശരിയാക്കി തരണേ. എനിക്ക് മാലയിൽ ജപിക്കണം. എനിക്കതാണ് എൻ്റെ മോഹം. ഞാൻ എപ്പോൾ സേവനം ചെയ്യും ഭഗവാൻ. അതാണ് ഒരു യഥാർത്ഥ ഭക്തന്റെ ഒരു മോഹം എന്ന് പറയുന്നത്. എപ്പോൾ ജന്മാഷ്ടമി വരും, എപ്പോൾ ബലരാമ പൂർണിമ വരും, എപ്പോൾ രാധാഷ്ടമി വരും, എപ്പോൾ ജഗന്നാഥ രഥയാത്ര വരും. രഥയാത്ര തുടങ്ങുന്നതിന് 1 മാസം മുമ്പേ അതിനെക്കുറിച്ച് സംസാരിക്കുക, മറ്റ് ഭക്തന്മാരോടൊപ്പം പങ്കിടുക, മറ്റ് വ്യക്തികളോടൊപ്പം. ഇവിടെ രഥയാത്ര നടക്കാൻ പോവുകയാണ്. നഗരത്തിൽ ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ പോകാൻ പോവുകയാണ്. ജഗന്നാഥ ബലദേവ് സുഭദ്ര വരാൻ പോവുകയാണ്. ഒരു 1000 വട്ടമെങ്കിലും 1000 വ്യക്തികളെ നമ്മൾ കണ്ട് പറയണം. അതാണ് ഒരു ഉത്സാഹമായ ഭക്തന്റെ ഗുണം എന്ന് പറയുന്നത്. അതാണ് മോഹം. എപ്പോൾ വരും, ഞാൻ എപ്പോൾ ദർശനം ചെയ്യും, ഞാൻ എപ്പോൾ സേവിക്കും, ഞാൻ എപ്പോൾ വൃന്ദാവനത്തിൽ പോകും. കുലശേഖരവർമ്മൻ എന്ന് പറയുന്ന കുലശേഖര ആഴ്വാർ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ആചാര്യനാണ് ഈ സമ്പ്രദായത്തിൽ. അദ്ദേഹം ഒരു രാജാവായിരുന്നു. നമ്മുടെ തൃശ്ശൂരിനടുത്തുള്ള ഇതാണ്, ഏതോ ഒരു സ്ഥലത്തിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥാനം. അദ്ദേഹം രാജ്യം ഭരിക്കുകയായിരുന്നു. ഞാൻ എപ്പോൾ ശ്രീരംഗത്ത് പോകും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പല വർഷങ്ങൾ അദ്ദേഹം ശ്രീരംഗത്ത് പോകാതെ തന്നെ ഇത്രയും വർഷങ്ങൾ അതിനുവേണ്ടി ഏങ്ങിക്കൊണ്ടിരുന്നു. അതാണ് ഉത്സാഹം എന്ന് പറയുന്നത്. മോഹം. ഞാൻ എപ്പോൾ ചെയ്യും, എപ്പോൾ ഞാൻ നാമം ജപിക്കും, എപ്പോൾ നേരം പുലരും, എപ്പോൾ ഞാൻ നാമം ജപിക്കും, എപ്പോൾ ഇവിടെ വന്ന് ദർശനമെടുക്കും. അതാണ് ഒരു ഭക്തന്റെ മനോനില. പിന്നെ അടുത്തത് മതത്തിന് എങ്ങനെയാണ് നമ്മൾ കീഴടക്കാൻ സാധിക്കുക? കൃഷ്ണഗുണഗാനേ. മതം എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ നാമങ്ങൾ നമ്മൾ ജപിച്ച് അല്ലെങ്കിൽ ഹരിനാമ സങ്കീർത്തനം ചെയ്ത് നമ്മൾ സമൂഹത്തിന് മുമ്പ് നമ്മൾ ഒരു ഭ്രാന്തനെ പോലെ ആകുന്നു, അല്ലെ? എത്ര പേരിവിടെ ഹരിനാമ സങ്കീർത്തനം ചെയ്യുമ്പോൾ, ഭക്തന്മാർ ചെയ്യുമ്പോൾ കിടന്ന് ഡാൻസ് കളിക്കുന്നത്, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും വൃദ്ധന്മാരായാലും കുട്ടികളായാലും. പുതിയതായിട്ട് വരുന്ന ഒരു ആൾക്കാർ അകത്ത് കയറി വന്നാൽ എന്ത് തോന്നും അവർക്ക്? ഇവന്മാരെല്ലാം ഭ്രാന്തന്മാരാണ്, അല്ലേ? വല്ല പബ്ബിൽ പോയി വെള്ളം അടിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്ന പകരം ഇവിടെ അമ്പലത്തിൽ വന്ന് ഡാൻസ് കളിക്കും. ഒരു സ്വസ്ഥതയും ഇല്ല, അല്ലേ? കുറെ ഭക്തന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ ഒരു സ്വൈരവും ഇല്ല, എപ്പോ വന്നാലും ഒരു ബഹളം. എനിക്ക് തലവേദന എടുക്കുകയാണ്, എനിക്ക് സൈനസൈറ്റിസ് ആണ്, എനിക്ക് തലവേദന എടുക്കുകയാണ്. ഇവിടുത്തെ ഹരിനാമ സങ്കീർത്തനം ഉള്ളതേ കിടന്ന് വിളിച്ചു പറയാം. അതിന് പോരാത്തിന് ഇവിടെ ഒരു മൈക്കും കൊടുക്കും, പുറത്ത് 4-5 സ്പീക്കറുണ്ട്. എന്താണ് അപ്പൊ എങ്ങനെ? മതം എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ഭർത്താവിൻ്റെ കൂടെ മതം ഇളകി എന്നും നമ്മളുടെ മതം ഇളകി എന്നുള്ളതല്ല മതം. മതത്തിനെ നമ്മൾ കീഴടക്കേണ്ടത് ഇവിടെ ഹരിനാമ സങ്കീർത്തനം ചെയ്യുമ്പോൾ നൃത്തം വയ്ക്കുക, നമ്മളുടെ അറിയുന്ന രീതിയിൽ ചെറിയ നൃത്തം, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ വലിയ നൃത്തം, ഉറക്കെ പറച്ചിൽ. ചിലവർ നൃത്തം മാത്രമേ ചെയ്യത്തുള്ളൂ, പറയത്തില്ല. പക്ഷേ നാമഗുണഗാനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നൃത്തം ചെയ്യുക മാത്രമല്ല, നാമം ഘോഷമായി പറഞ്ഞിട്ട് വേണം നമ്മൾ നൃത്തം ചെയ്യേണ്ടത്. വെറും നൃത്തം മാത്രം ചെയ്താൽ പോലെ, അതിനും ഫലമുണ്ട്. പക്ഷേ നമ്മൾ ഒച്ച വെച്ച് നമ്മൾ ഹരിനാമ സങ്കീർത്തനം പാടിക്കൊണ്ട് നൃത്തം ചെയ്താലാണ് അതിൻ്റെ പൂർണ്ണഫലം എന്ന് പറയുന്നത്. ഇവിടെ ചെറുപ്പക്കാർ, ഇവിടെ ഉള്ള കുട്ടികളും ചെറുപ്പക്കാരും നമ്മൾ ചെയ്യേണ്ടത് ഈ ചെറുപ്രായത്തിൽ ഇവിടെ കൃഷ്ണബലരാമന്റെ മുമ്പിൽ വന്ന് നമ്മൾ നൃത്തമാടണം. നമുക്ക് ആരോഗ്യമുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം കിട്ടുകയില്ല. നമുക്ക് ഡാൻസ് ഭയങ്കര തീവ്രമായിട്ട് ഡാൻസ് കളിക്കണം എന്ന് തോന്നിയാൽ പോലും
നമ്മളുടെ കാല് ഉളുക്കും, മുട്ട് വേദന എടുക്കും, കൈയും കാലും വേദന എടുക്കും, നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ യൗവനത്തിൽ ഇരിക്കുമ്പോൾ മാക്സിമം നമ്മൾ കുട്ടികളും യുവതികളും യുവാവുകളും എല്ലാവരും എത്ര മാക്സിമം നമുക്ക് നൃത്തം വയ്ക്കാൻ പറ്റുമോ, എത്ര ഉച്ചത്തിൽ നമുക്ക് ഹരിനാമജപം ചെയ്യാൻ പറ്റുമോ, ഹരിനാമ സങ്കീർത്തനം ചെയ്യാൻ പറ്റുമോ, അല്ലേ? നമ്മൾ ഹരിനാമ സങ്കീർത്തനം ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ഇൻസ്ട്രുമെന്റ്സിനാണ് സൗണ്ട് കൂടുതൽ. 2-3 മൃദംഗം, 4-5 കറത്തൽ, പക്ഷെ ആരും ഇങ്ങോട്ട് റെസ്പോൺസ് കിട്ടത്തില്ല. നമുക്ക് മൃദംഗങ്ങളും കരതലും അതിൻ്റെ ഘോഷമല്ല നമുക്ക് കേൾക്കേണ്ടത്. നമുക്ക് കേൾക്കേണ്ടത് ആൾക്കാരുടെ ഘോഷമാണ് കേൾക്കേണ്ടത്. നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുമ്പോൾ തിരിച്ചു കിട്ടുന്ന, ഇങ്ങോട്ട് കിട്ടുന്ന ആ ഉദ്ഘോഷം, അതാണ് ഈ ഇൻസ്ട്രുമെന്റ്സിനെ കാട്ടി, ഈ വാദ്യങ്ങളെ കാട്ടി നമുക്ക് കേൾക്കേണ്ടത്. പക്ഷെ എല്ലാ സ്ഥലത്തും നമ്മൾ കാണാൻ സാധിക്കും, ഭക്തന്മാർ ഉച്ചത്തിൽ പാടുമ്പോൾ വാദ്യങ്ങളും ഉച്ചത്തിൽ ഓടുന്നു. പക്ഷെ വാദ്യങ്ങൾ അങ്ങനെ ഉച്ചത്തിൽ പോകാൻ പാടില്ല എന്നാണ് പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. വാദ്യങ്ങൾ എപ്പോഴും ഘോഷത്തിന്റെ കീഴിലായിരിക്കണം. വാദ്യം ഘോഷം നമ്മൾ കേൾക്കാൻ സാധിക്കണം. എന്തുകൊണ്ട്? നമ്മൾ പറയുന്നത് ഹരേ കൃഷ്ണ, ഒരു ഹരേ കൃഷ്ണ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളിവിടെ ഇരിക്കുന്ന 150 പേരും ഹരേ കൃഷ്ണ പറയുന്നത് ഞാൻ കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു നിമിഷത്തിൽ എനിക്ക് ബമ്പർ പ്രൈസാണ് കിട്ടുന്നത്. എന്താണ്? 50 ഹരേ കൃഷ്ണയുടെ ഒരു ഫലമാണ് കിട്ടാൻ പോകുന്നത്. ഒരു മൃദംഗം അടിച്ചുകൊണ്ടോ, ഒരു ഹാർമോണിയം വായിച്ചുകൊണ്ടോ, ഒരു കരതൽ വായിച്ചുകൊണ്ടോ എനിക്കത് കിട്ടാൻ പോകുന്നില്ല. എനിക്ക് ഹരിനാമത്തിലാണ് എനിക്ക് ഗുണം കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഹരിനാമ സങ്കീർത്തനം ഉച്ചത്തിൽ പറയണം. അതാണ് ഈ മത എന്ന് പറയുന്നത്. മതം പിടിച്ചതുപോലെ ഉച്ചത്തിൽ പറയുക, നമുക്കാവുന്ന ഉച്ചത്തിൽ പറയുക. വാദ്യങ്ങൾ താഴെ, നമ്മളുടെ സ്വരം ഉച്ചം, നമ്മളുടെ നൃത്യം സ്വരത്തിനോടൊപ്പമുള്ള നൃത്യമാണ് നമ്മൾ ചെയ്യുന്നത്. വെറുതെ നൃത്യം കളിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഉച്ചത്തിൽ ഹരിനാമം ചെയ്തുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് നൃത്തം ചെയ്യണം. ഹരിനാമത്തിനെയാണ് പ്രാധാന്യം, നമ്മളുടെ നൃത്തത്തിനോ വാദ്യത്തിനോ അല്ല വായിക്കുന്ന ട്യൂണിനോ അല്ല. അപ്പോൾ നമ്മൾ മതം ഇളകേണ്ടത് ഹരിനാമ സങ്കീർത്തനം കേൾക്കുമ്പോഴാണ് നമ്മളുടെ മതം ഇളകേണ്ടത്. പിന്നെന്താണ്? വാത്സല്യത്തിനെ കുറിച്ച് അദ്ദേഹം ഒന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യാം, സമയമായി. ഏതൊക്കെയാണ് 6 ശത്രുക്കൾ നമ്മൾ പറഞ്ഞത്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, വാത്സല്യം. അപ്പൊ കാമത്തിനെ എങ്ങനെ ജയിക്കാം? കൃഷ്ണകർമാർപ്പണേ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നമുക്ക് കിട്ടുന്ന വരുമാനം, നമ്മൾ ജോലി സ്ഥലത്ത് പോയി ചെയ്യാനുള്ള ഒരു പ്രചോദനം, നമ്മൾ സ്കൂളിൽ പോയി പഠിക്കാനുള്ള പ്രചോദനം, അതെന്തിനാണ്? കൃഷ്ണ കർമാർപ്പണേ. അതിൽ നിന്നും കിട്ടുന്ന ആദായം, അതിൽ നിന്നും കിട്ടുന്ന വരുമാനം അത് കൃഷ്ണ സേവനത്തിനായി ഞാൻ അത് ഉപയോഗിക്കും. എൻ്റെ സേവനത്തിനായി, അത്യാവശ്യ സേവനത്തിനായി മാത്രം ഉപയോഗിച്ച് ബാക്കിയുള്ളത് കൃഷ്ണ സേവനത്തിനായി ഞാൻ മാറ്റിവെക്കും എന്നുള്ളൊരു ചിന്ത, അതാണ് കാമത്തിനെ ജയിക്കുവാൻ സാധിക്കുന്നത്. കാമം കൃഷ്ണകർമാർപ്പണം, ക്രോധം ഭക്തദ്വേഷീ ജനേ. ഇങ്ങനെയാണ്. മറ്റു ഭക്തന്മാരെ ആരെങ്കിലും ദൂഷിച്ചാൽ ഞാൻ ശാസ്ത്രപരമായി അതിനെ നേരിടും. ശസ്ത്രപരമായി ഞാൻ നേരിടുകയില്ല. ആവശ്യം വന്നാൽ മാത്രമേ ഞാൻ എൻ്റെ അതോറിറ്റീസ് പറയുന്ന അനുസരിച്ച്, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ശസ്ത്രമെടുക്കും. അല്ലേ? ഒരുപാട് കഥകളുണ്ട്. മായാപൂരിൽ മായാപൂർ ക്ഷേത്രത്തിൽ കൊള്ളക്കാർ വന്ന് ആക്രമിക്കുമ്പോൾ ഇവിടെ ഭക്തന്മാർ തോക്കെടുത്ത് വെടിവെച്ചു. ആവശ്യമുണ്ട്, ശസ്ത്രം ആവശ്യമുണ്ട്. അത് എല്ലാവർക്കുമല്ല. ചുമ്മാ ജയ് ശ്രീറാം പറഞ്ഞ് ഒരുപാട് ശസ്ത്രങ്ങൾ കൊണ്ട് നടന്നാൽ പോരാ. ജയ് ശ്രീറാം അല്ല, നമുക്ക് ജയ് ശ്രീറാമിന്റെ കൊടിയാണ് പിടിക്കേണ്ടത്. അല്ലേ? കൊടി പിടിക്കണം. ജയ് ശ്രീറാമിന്റെ ഘോഷം, അതാണ് നമുക്ക് ആവശ്യം. നാമജപം വീട്ടിൽ ജപിക്കുന്ന, ജയ ശ്രീറാം ജപിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം പോയി അവിടെ വിളിച്ചോട്ടെ. അല്ലാതെ അവിടെ പൊളിറ്റിക്കലായിട്ട് അവിടെ മാത്രം ജയ ശ്രീറാം വിളിച്ചിട്ട് വീട്ടിൽ വന്ന് പൊറോട്ടയും ബീഫും കഴിച്ചു കഴിഞ്ഞാൽ അത് ജയ ശ്രീറാം ആവത്തില്ല. നമുക്ക് വേണ്ടത് ഹരിനാമ സങ്കീർത്തനത്തിന്റെ കൊടിയും ഹരിനാമ സങ്കീർത്തനത്തിന്റെ ഘോഷവുമാണ്. അല്ലേ? അതാണ് ഭക്തദ്വേഷി ജനേ. പിന്നെന്താണ്? ലോഭം. ലോഭം എങ്ങനെയാണ്? സാധുസംഘ ഹരികഥ, അതിനുള്ള ലോഭം.
എനിക്ക് എങ്ങനെയെങ്കിലും സാധുസംഘത്തിൽ പോയി ഇരിക്കണം. ഞാൻ ആശുപത്രിയിൽ കിടന്നുപോയി, എങ്ങനെയെങ്കിലും ഞാൻ അമ്പലത്തിൽ പോകണം. ജന്മാഷ്ടമിക്ക് 1 മാസം മുമ്പേ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു തുടങ്ങണം, ഇന്ന തീയതിക്ക് 16-ാം തീയതി ഓഗസ്റ്റ് ജന്മാഷ്ടമിയാണ്, താങ്കൾ വരൂ. 2 ആഴ്ച മുമ്പ് സേവനങ്ങൾ തുടങ്ങും, ഒരുപാട് സേവനങ്ങളുണ്ട്, ചെയ്യാൻ വരൂ, നിങ്ങൾ വരൂ. എൻ്റെ അയൽപക്കത്തിലുള്ള ആൾക്കാരും ഞാൻ കാണുന്ന ആൾക്കാരും എല്ലാവരെയും ക്ഷണിക്കണം. 1 മാസം മുമ്പേ ക്ഷണിച്ചു തുടങ്ങണം. 2 ആഴ്ച മുമ്പ് അവരെ നേരിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം അമ്പലത്തിൽ. അതാണ് ലോഭം എന്ന് പറയുന്നത്. മോഹം എന്ന് പറഞ്ഞാൽ ഇഷ്ടലബ്ധ്വാവിനെ. ഇഷ്ടലബ്ധ്വാവിനെ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് എപ്പോൾ ദർശനം കിട്ടും, കൃഷ്ണന്റെ ദർശനം എപ്പോൾ കിട്ടും, ആ ഒരു വ്യാകുലത. അല്ലാതെ എൻ്റെ മോനെ എപ്പോൾ കാണാൻ പറ്റും, എൻ്റെ മോളെ എപ്പോൾ ഞാൻ കാണാൻ പറ്റും, മോള് പോയിട്ട് ബാംഗ്ലൂരിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല, ഞാനെപ്പോ കാണും, അതല്ല വ്യാകുലത എന്ന് പറയും. അത് ചിലപ്പം ഉണ്ടാവും, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മളുടെ ഏറ്റവും കൂടുതൽ വ്യാകുലത എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 6 ദിവസം എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല, എനിക്ക് ഭാഗവതം ക്ലാസ് കേൾക്കാൻ പറ്റുന്നില്ല 6 ദിവസവും, എനിക്ക് ഭഗവത് സേവനം ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോൾ ഞായറാഴ്ച വരും, ഞാൻ എപ്പോൾ ഭഗവത് സേവനം ചെയ്യാൻ പറ്റും, എപ്പോൾ ഹരികഥ ചെയ്യാൻ പറ്റും, എപ്പോൾ ഞാൻ മംഗലാരതിക്ക് വരാൻ പറ്റും. അതാണ് ആ വ്യാകുലത എന്ന് പറയുന്നത്. മോഹം. മതം എന്ന് പറഞ്ഞാൽ കൃഷ്ണഗുണാനുകീർത്തനം. നൃത്തം വയ്ക്കുമ്പോഴും ഉച്ചമായി നമ്മൾ ഹരിനാമ സങ്കീർത്തനം പാടണം. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താവും? നമ്മൾ 6 ശത്രുക്കളെ ജയിക്കാൻ സാധിക്കും, അല്ലേ? ഈ ചീവീടുകളെ, ആരൊക്കെയാണ് ചീവീടെന്ന് മനസ്സിലായോ? 4 ചീവീടുകളും 6 ചീവീടുകളും. ഞാനിപ്പോൾ പറഞ്ഞ 4 മാറേ ഉള്ളൂ, ഇനി ഒരുപാട് ലിസ്റ്റുണ്ട്, സമയമില്ല, അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. 2 കാര്യങ്ങൾ ഞാൻ മാത്രമേ പറയൂ. ഒരുപാട് ശത്രുക്കളുണ്ട്, പക്ഷേ ഒരുപാട് ശത്രുക്കളായ നമുക്ക് എന്ത് തോന്നും? അവസാനം ജീവൻ ഒടുക്കണം തോന്നും, അല്ലേ? എല്ലാ സമയവും ചീവീടുകൾ ഇങ്ങനെ കുറുക്കി പറഞ്ഞിട്ടുണ്ടാകും, നമുക്ക് തോന്നും എല്ലാം നിർത്തിയിട്ട് ഒന്ന് പോകാമെന്ന്. അതുകൊണ്ട് അങ്ങനെ വേണ്ട. ഈ 4 ശത്രുക്കളെയും 6 ശത്രുക്കളെയും ഓർക്കുക. ജൂതംപാനം, സ്ത്രീയാശൂന, 4 ശത്രുക്കൾ. ബാക്കി ശത്രുക്കൾ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, ആശ്ചര്യം. എങ്ങനെ 4 ശത്രുക്കളെ ജയിക്കാനാകും? എങ്ങനെ 6 ശത്രുക്കളെ ജയിക്കാനാകും? മാച്ച് ദ ഫോളോയിങ്. ഇത് ഓർത്തു കഴിഞ്ഞാൽ ഈ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം നമ്മൾ സാരാഗ്രഹിച്ചു കഴിഞ്ഞു. ആ ചീവീടുകളെ നമ്മൾ നിർത്താൻ സാധിക്കും. ആ ഒരു മഹാവനത്തിലുള്ള അന്ധകാരത്തിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ സാധിക്കും. കൃഷ്ണ ആസ്വാദനം ചെയ്യാൻ സാധിക്കും. ഭൗതിക ആസ്വാദനത്തിലുള്ള അല്പമായ സുഖം വേണ്ട എന്ന് വെക്കാതെ, നമുക്ക് വേണ്ട എന്ന് വെച്ച് നമുക്ക് പരം ദൃഷ്ട്വാ അനുവർത്തതേ എന്ന് പറയുന്ന കൃഷ്ണാസ്വാദനം, കൃഷ്ണാനന്ദം അനുഭവിക്കാൻ സാധിക്കും. ഹരിനാമത്തിൽ ജപം നമുക്ക് രുചി ഉണ്ടാകും. ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹരേ കൃഷ്ണ. ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് അടുത്ത മാസം ബലറാം ജയന്തി ശ്രീകൃഷ്ണ ജയന്തി വരുന്നുണ്ട്. ഈ വർഷം കേരള ഡേറ്റിനും വൈഷ്ണവ ഡേറ്റിനും 1 മാസം വ്യത്യാസമുണ്ട്. കേരള ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി വരുന്നത് സെപ്റ്റംബറിലാണ് വരുന്നത്. വൈഷ്ണവ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആഗസ്റ്റ് 15, അതായത് നമുക്കൊരു നല്ല വീക്കെൻഡാണ്. 14, 15, 16, 4 ദിവസം ഉത്സവമാക്കാൻ പോകണം. 15-ാം തീയതി സാറ്റർഡേ ആണ്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസം ഇവിടെ ഉത്സവം ഉണ്ടായിരിക്കും. അടുത്ത നാളെ മറ്റന്നാൾ നോട്ടീസ് റെഡിയാവും. ആർക്കാണെങ്കിൽ നോട്ടീസൊക്കെ കളക്ട് ചെയ്യാം, നമുക്ക് പരിചയമുള്ളവരൊക്കെ വിളിക്കാം. പിന്നെ ഇന്നത്തെ പ്രസാദം വരുന്ന ചൊവ്വാഴ്ച വൈകിട്ട് നമ്മുടെ ബലദേവ് ടെക്സ്, എത്ര പേർ പുതിയ കട കണ്ടായിരുന്ന ഗോവിന്ദാസിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ബലദേവ് ടെക്സ് എന്നിട്ട് ഉദ്ഘാടനമാണ് 15-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കാണ്. അതിനുശേഷം ജഗസാക്ഷികളുടെ ഭാഗവത ക്ലാസ് ഉണ്ട്, എല്ലാവരും പങ്കെടുക്കണം. പിന്നെ ഇന്ന് സൺഡേ പ്രോഗ്രാമിൻ്റെ പ്രസാദം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശിവദാസ് പ്രഭു, ദിവ്യമാതാജിയുടെ ഹസ്ബൻഡാണ് ശിവദാസ് പ്രഭു. പ്രഭുയുടെ ബർത്ത്ഡേ ട്യൂസ്ഡേ ആണ്. പ്രഭു
പ്രഭുയുടെ ബർത്ത്ഡേ ട്യൂസ്ഡേ ആണ്. പക്ഷേ വൈഷ്ണവാസിന് ഒരു ചെറിയ ഒരു ഫീസ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ ഇന്ന് അദ്ദേഹം പ്രസാദം സ്പോൺസർ ഇതുകൊണ്ട് മുന്നോട്ട് വരാൻ കുറച്ച് ഭഗവാന്റെ മഹാപ്രസാദമുണ്ട്. സോ പ്രഭുവിന് എല്ലാ സ്പിരിച്വൽ ബെനിഫിറ്റും കിട്ടാൻ വേണ്ടി എല്ലാവരും ഒരു തവണ ഉറക്കെ ഹരേ കൃഷ്ണ എന്ന് ജപിക്കാം. ഹരേ കൃഷ്ണ